പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൻ്റെ സായങ്കാല വേളയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പകലിൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങുമ്പോൾ നീതിൻ സൂര്യനായിരിക്കുന്ന അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കി അങ്ങയെ ധ്യാനിപ്പാൻ, മാനവരാശിയുടെ സമ്പൂർണ്ണ വിടുതലിനായി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയെക്കുറിച്ച് ഓർക്കുവാനും ധ്യാനിപ്പാനും നീ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. ഈ മഹായുടെ വകയെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വന്യ വൈദിക ശ്രേഷ്ഠർക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായും എല്ലാ കൈക്കാർക്കായും എല്ലാ ഗായകർക്കായും എല്ലാ സംഘടനാ നേതാക്കൾക്കായും എല്ലാ സഭാജനങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ചെലവിടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. വരാനുള്ളവരെല്ലാം കൂട്ടിവരുത്തണമേ. അടിയനെ അവിടുത്തെ ക്രൂശിൻ്റെ നിഴലിൽ നിർത്തണമേ. അടിയൻ്റെ ശബ്ദം ആരും കേൾക്കാൻ ഇടയാകാതെ ദൈവശബ്ദം കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അങ്ങേ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിൽ ഞങ്ങളെല്ലാവരും ആയിരിക്കാൻ സഹായിക്കണം. ഇന്നലത്തെ പരിചയത്തിൽ ഇടയാകരുത്. പുതിയതൊന്ന് ചെയ്യുന്ന കർത്താവ്, സകലവും നന്നായി ചെയ്യുന്ന കർത്താവ്, ഇന്ന് മഹത്വം തിരുമേനി എടുക്കണം. എല്ലാത്തിൻ്റെയും മഹത്വം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കും. വന്യ വൈദിക ശ്രേഷ്ഠരെ, ഈ സഭയുടെ ചുമതലക്കാരെ, കൊയറങ്ങളെ, സംഘടനാ നേതാക്കളെ, കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും നിസ്തുല്യനായ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ, സന്ധ്യാവന്ദനത്തെ പ്രത്യേകമായി അറിയിക്കട്ടെ. ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധിയിലിരിക്കാൻ ആർത്തിയോടും ആവേശത്തോടും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി സംഖ്യാപുസ്തകം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സസ് 24. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. 25-ാമത്തെ വാക്യം കൂടെ. എന്നാൽ അമാല്യക്കരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിന് ിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഇന്നലെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മൾ വർദ്ധിച്ച് വരണം, എൻജോയ് ചെയ്യണം, ജീവിതത്തെ ദൈവം തന്നതിൽ എൻജോയ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും പ്രത്യാശയുടെ അനുഭവത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കൈവശമാക്കണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അതിന് മുഖാന്തരമായി ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്ന അനുഭവം 2 ആഴ്ച കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 40 വർഷം എടുത്തത് എന്തിനു വേണ്ടിയാണ്? ദൈവവചനത്തിലുള്ള പരിചയത്തിലും ദൈവം മാത്രം ആശ്രയത്വമായി തീരുകയും സമൃദ്ധിയുടെ നടുവിലും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമർപ്പിതരായി ജീവിക്കുകയും വേണം എന്നുള്ള ഒരനുഭവത്തിലാണ് ഇന്നലെ ഞാൻ ആ ഭാഗം പ്രസംഗിച്ചത്. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് സംഖ്യാപുസ്തകത്തിൽ 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് ആൾക്കാരെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
മനുഷ്യൻ പറയുന്നത് പോലല്ല ദൈവത്തിൻ്റെ സാക്ഷ്യം. മനുഷ്യൻ പുറമേ ഉള്ളത് കണ്ടിട്ട് കുറച്ച് നാൾ നല്ലതെന്ന് പറയും, കുറച്ചടുത്ത് അറിയുമ്പോൾ പറയും ആൾ ഇപ്പോഴാണ് അടുത്തറിഞ്ഞത്, ആൾ അങ്ങനെയല്ല, വളരെ മോശമാണെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറച്ചുകൂടെ അടുക്കുമ്പോൾ പറയും പറഞ്ഞതിനേക്കാളും മോശമായിരുന്നു എന്ന് നമ്മൾ പറയും. എന്നാൽ യേശു കർത്താവോ അല്ലെങ്കിൽ ദൈവമോ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, അത് പൂർണ്ണമായ അർത്ഥത്തിലാണ് നമ്മളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു സീനിയർ അച്ഛൻ പറഞ്ഞ കഥയാണ്. ഒരു പള്ളിയിൽ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ മാറിപ്പോയി. അതിനുശേഷം പകരം ഒരു കൊച്ചച്ഛൻ വന്നു. നമ്മുടെ വിപിനച്ഛനെ പോലെ ഒരു കൊച്ചച്ഛൻ വന്നു. അച്ഛൻ ഭവനങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുക. ഓർക്കപ്പുറത്താണ് ഒരു വീട്ടിൽ ചെന്നത്. അവിടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അയ്യോ, അച്ഛൻ വന്നല്ലോ, ഒന്നും കൊടുക്കാനില്ലല്ലോ എന്ന് ഓർത്ത് അമ്മച്ചി അടുക്കളയൊക്കെ പരതിയപ്പോൾ ഒരു ഭരണി കണ്ടു. ആ ഭരണിയിൽ 4 അരിയുണ്ട ഇരിപ്പുണ്ടായിരുന്നു. കോഴിക്കോട് അരിയുണ്ട എന്നല്ലേ പറയുന്നത്? പണ്ട് അമ്മച്ചിമാർ പിടിക്കുന്ന അരിയുണ്ടയാണ്, ഇപ്പോഴത്തെ ഈ സോഫ്റ്റായിട്ടുള്ളതല്ല. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ചു. അച്ഛൻ കഴിക്കാതിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു, ആകപ്പാടെ വേറൊരാളില്ല കടയിൽ പോയി എന്തെങ്കിലും മേടിച്ച് തരാൻ. അച്ഛൻ ദയവ് ചെയ്ത് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും എടുത്തൊന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ നിർബന്ധം സഹിക്കാതെ അച്ഛൻ ഒരു അരിയുണ്ട എടുത്ത് ഒരു കടി കടിച്ചു. പല്ലളവിൽ പോയില്ലെന്നേ ഉള്ളൂ. അച്ഛൻ കുറച്ച് മാറി ഇപ്പുറത്തെ അണയിലിട്ട് വീണ്ടും ഒന്ന് കടിക്കാൻ നോക്കി, ഒരനക്കവും ഇല്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ വായിൽ ഇച്ചിരിയേറെ ഇട്ട് കുതിർത്തേക്കാം എന്ന് വിചാരിച്ചു വായിൽ അരിയുണ്ട ഇട്ട് മിണ്ടാതെ അല്പസമയം ഇരുന്നു. വീണ്ടും കടിച്ചു, അനക്കമില്ല. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടിക്കുന്നത് കണ്ട് വിഷമപ്പെട്ട് ഈ അമ്മച്ചി പറഞ്ഞു, ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട അച്ഛ, അത് തിരിച്ചു വെച്ചേക്കാൻ പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി അതെടുത്ത് പാത്രത്തിൽ വെച്ചു. അമ്മച്ചി അത് എടുത്തുകൊണ്ട് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിന്നെ എത്ര വലിയച്ഛന്മാർ നോക്കിയിട്ട് പൊട്ടാത്തതായി കൊച്ചച്ഛൻ വന്നിട്ട് നോക്കുന്നത്. കത്തീഡ്രൽ ചർച്ച് ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ അച്ഛനോട് ചോദിച്ചായിട്ടുള്ള സമയത്ത് ഈ പള്ളി പുരാവസ്തുവിൻ്റെ കീഴിലാണെന്ന്, എന്ന് വെച്ചാൽ അത്ര പാരമ്പര്യമുണ്ട്. വലിയ പ്രഗത്ഭന്മാർ പലരും വന്ന് പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടിയില്ല. പിന്നെ ഇപ്പം വന്ന കൊച്ചച്ഛൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും എനിക്കങ്ങനെ തോന്നുന്നു. എൻ്റെ താടി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ, മുഖമൊക്കെ ഒരുമാതിരി കപ്പലും അരിച്ചാക്കും കൂടെ മറിഞ്ഞതുപോലെ അല്ലെങ്കിൽ തകർന്നു പോലെ ഇരിക്കുന്നത്. ഒന്ന് സന്തോഷത്തോടൊക്കെ ഒന്നിരിക്കണം, മുഖമൊക്കെ ഒന്ന് പ്രസന്നമായി. കുറച്ച് പേരെ ഉള്ളല്ലോ. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ വലിയ അനുഭവത്തിലായിരിക്കാനായിട്ട് ഇടയാകണം. ഇവിടെ ദൈവം ഒരാളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. വേദപുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുമ്പോൾ പറയുന്ന ഒരാളാണ് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞതാണ് കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതും. ദൈവം ഇവിടെ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. ഞാനും നിങ്ങളും ഒക്കെ വ്യക്തി എന്നുള്ള നിലയിൽ അതൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകുന്നത് നല്ലതാണ്. ഇവിടെ കാലേബിനെ കുറിച്ച് ദൈവം പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, കാലേബ് അവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 24-ാമത്തെ വാക്യം, എൻ്റെ ദാസനായ കാലേബോ. പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു വാക്ക്, ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ്. എൻ്റെ ദാസനായ കാലേബോ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ദാസനാണ് എന്നാണ് പരിചയപ്പെടുത്തിയത്. എന്താണ് ഈ ദാസൻ? ജോലിക്ക് വിളിക്കുന്ന ആൾക്കാർ
വൈകുന്നേരമാകുമ്പോൾ കൂലി മേടിച്ച് 5 മണിയാവുമ്പോൾ അവർ തൂമ്പയൊക്കെ കഴുകി വെച്ച് വീട്ടു ജോലിക്കാരാണെങ്കിൽ വീട്ടു പണിയൊക്കെ കഴിച്ച് അവർ വസ്ത്രം മാറി അവർ പോകും. എന്നാൽ ദാസൻ പോകത്തില്ല. ദാസൻ യജമാനോടൊപ്പം താമസിക്കുന്നവനാണ്. ദാസന് സ്വന്തമായ താല്പര്യങ്ങളില്ല, സ്വന്തമായ ഇച്ഛകളില്ല, സ്വന്തമായ ആഗ്രഹങ്ങളില്ല. അതൊക്കെ ഉണ്ടെങ്കിലും യജമാനൻ്റെ ആഗ്രഹവും യജമാനൻ്റെ ഇഷ്ടവുമാണ് ദാസൻ്റെ താല്പര്യം. യജമാനൻ്റെ സന്തോഷം, യജമാനൻ്റെ ഇഷ്ടം, അതാണ് ദാസൻ്റെ സന്തോഷം. ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ചും പറയുമ്പോൾ ദൈവം എങ്ങനെ പറയണം? എൻ്റെ സന്തോഷത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ് ഇന്ന് ഈ ആരാധനയിൽ വന്നിരിക്കുന്നതെന്ന് ദൈവം നമ്മളെക്കുറിച്ച് പറയും. യേശു കർത്താവിൻ്റെ തിരുജന്മത്തോടുള്ള ബന്ധത്തിൽ മറിയയ്ക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൂതൻ്റെ വന്ദനമേറ്റപ്പോൾ അവൾ ചില കാര്യങ്ങൾ പറയുന്നു. അവൾ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ സാധ്യമാകും? അതൊക്കെ ആത്മാർത്ഥമായ ചോദ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര മറിയമാർക്ക് അങ്ങനെ പറയാൻ പറ്റും? നെഞ്ചത്ത് കരം വെച്ച് ഞാൻ പുരുഷനെ അറിയായികയാൽ കന്യകയായിരിക്കുന്ന ഒരു പെങ്കൊച്ചെന്ന് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. എന്നാൽ പറയട്ടെ, അവൾ നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ അത് സാധ്യമാകും? അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം അസാധ്യമല്ല ദൈവത്തിന്. അവിടെ തൃത്വത്തിൻ്റെ ഒരു പൂർത്തീകരണം കാണുകയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കിക്കേ, തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ വാക്കുകളിൽ അവളത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് നിൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസി. നിൻ്റെ ആഗ്രഹം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാ ഞാൻ ഇന്നു മുതൽ എൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോകട്ടെ, എൻ്റെ ആഗ്രഹങ്ങൾ തകർന്നു പോകട്ടെ, എൻ്റെ ഇഷ്ടങ്ങൾ ഇല്ലാതെയായി പോകട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എനിക്ക് ഭവിക്കണം. അങ്ങനെ പറയണമെങ്കിൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം നമുക്കുണ്ടാകണം. എന്താ? ദൈവകൃപ. ദൂതൻ വന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പ്രൈസ് ദ ലോർഡ്. ഈ ആരാധനയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആധിക്യത്തിൽ സമർപ്പിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം കൃപ പ്രാപിക്കുക എന്നുള്ളതാണ്. കൃപ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവമക്കളെ, കർത്താവ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പിതാവും പുത്രനും കൂടെ സംസാരിച്ച ഒരു വേദഭാഗം സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമാണ്. അവിടെ പറയുന്നുണ്ട്, ആര് പോകും ഈ പാപജനത്തിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിപ്പാൻ എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ പിതാവിനോട് പറയുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ, ഇതാ ഞാൻ വരുന്നു, നിൻ്റെ പിതാവേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ദൈവമക്കളെ, ഇന്നിവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് ശോധന ചെയ്യണം. എൻ്റെ ഇഷ്ടമാണോ നിൻ്റെ ഇഷ്ടമാണോ? അത് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ജീവിതത്തെ ഏൽപ്പിക്കുന്ന ഒരാളെക്കുറിച്ച് ദൈവം പറയുന്നു, ഇവൻ എൻ്റെ ദാസനാണ്, ഇവൻ എൻ്റെ ദാസനാണ്. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്നത് അവിടെയാണ്. നമ്മൾ പുറമേ കാണിക്കുന്ന പാട്ടുപാടിയതുകൊണ്ടോ പുൽപ്പിറ്റിൽ കയറി ശുശ്രൂഷ ചെയ്തതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടോ ചെലവിട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല. നമ്മൾ മനോഭാവത്തിൽ ദൈവഹിതം തിരിച്ചറിയുന്നവരായി ദൈവത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ സന്തോഷമാണ് എൻ്റെ ബലമെന്ന് പറയുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവവൈതലിനെ ദൈവവൈതലാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് ഒന്നാമത് പറഞ്ഞത്, അവനെൻ്റെ ദാസന. രണ്ടാമത് പറഞ്ഞത് എന്താ അറിയോ? അവന് വേറൊരു സ്വഭാവം. അതെന്താ? മറ്റൊരു സ്വഭാവം. ഞങ്ങളൊക്കെ പലയിടത്ത് പോകുന്നതുകൊണ്ട് ഞങ്ങളെ ചിലർ ഈ കല്യാണ ബ്രോക്കർമാരാക്കാറുണ്ട്. ബ്രദറെ പലയിടത്തൊക്കെ പോകുന്നില്ലയോ, എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണം, അല്ലെങ്കിൽ എൻ്റെ മോനൊരു പെണ്ണിനെ വേണം, അവിടെ ഒന്ന് അന്വേഷിക്കണേ എന്നൊക്കെ പറയും. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ വീടിനടുത്ത ഒരു ഫാമിലിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ
എനിക്ക് ആ ഫാമിലിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ അച്ഛനോട് 4 വർഷമായിട്ട് അച്ഛൻ അവിടെ ഇരിക്കുക. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചിട്ട് പറയാം, അച്ഛൻ എൻ്റെ സ്നേഹിതനാണ്. അപ്പോൾ പറഞ്ഞ ഉടനെ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, അപ്പനും അമ്മയും പള്ളി കയറത്തേ ഇല്ല, മൂത്ത ഏർക്കനെ ഞാൻ കണ്ടിട്ടില്ല, ഇളയവൻ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, എന്നാൽ നടുക്കത്തവൻ അവൻ നല്ല കൊച്ചനാണ്, അവൻ എൻ്റെ കൂടെ എപ്പോഴും കാണും. അച്ഛൻ പറഞ്ഞ വാക്കാ. അവന് ആ കുടുംബത്തിൽ ആരുടെയും സ്വഭാവമല്ല, അവന് വേറൊരു സ്വഭാവം. യേശു ക്രിസ്തുവിനെ കുറിച്ചും ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായം 54-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇവന് ഇതൊക്കെ എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവൻ ഇതൊക്കെ എവിടെ നിന്ന്? അവങ്കൽ ഇടറിപ്പോയി ആശ്ചര്യപ്പെട്ടു. ദൈവമക്കളെ, വ്യത്യസ്തമായൊരു സ്വഭാവം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോഴും നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരല്ല, ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുന്നവരാണ്. ലോകവും ദൈവമക്കളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഈ അടുത്ത സമയത്ത് ഒരു പാസ്റ്റർ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കൊച്ചു പയ്യൻ ചോദിച്ചെന്ന്, പിള്ളേരിപ്പോൾ പള്ളിയിൽ വരുന്നില്ല, ദൈവത്തിൽ നിന്ന് അകന്ന് യുവജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താടാ നീ പള്ളി വരാത്തത്? അപ്പോൾ പറഞ്ഞു, ലോകത്തിൽ പോയാലും അടിപിടിയുണ്ട്, പള്ളിയിൽ ചെന്നാലും അടിപിടിയുണ്ട്. ലോകത്തിലും വെള്ളമടിയുണ്ട്, പള്ളിയിലും വെള്ളമടിയുണ്ട്, ആഘോഷങ്ങളിലെല്ലാം വെള്ളമടിയുണ്ട്. അപ്പോൾ ലോകത്തിൽ കേസുണ്ട്, ഇവിടെയും കേസുണ്ട്. പിന്നെ ലോകവും ഇതുമായിട്ട് എന്താണ് വ്യത്യാസം? എന്നോട് ഭയങ്കരമായ വിഷമത്തിൽ ആ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്. ദൈവമക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ലോകം നടക്കുന്നതൊക്കെ നമ്മൾ ലോകത്തിലോട്ട് അങ്ങ് എഴുകിച്ചേരുക. കർത്താവ് നിങ്ങൾ ലോകത്തിനുള്ളവരല്ല, ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കണം. കടലിൽ ജീവിക്കുന്നതായിട്ടുള്ള മത്സ്യം നമ്മൾ എടുത്തുകൊണ്ടുവന്ന അതേ രീതിയിൽ കറിവെച്ചാൽ, ജീവനുള്ള അനുഭവത്തിൽ കറിവെച്ചാൽ, ഇത്രയും നാൾ ജനിച്ചപ്പോൾ മുതൽ അത് ഉപ്പ് വെള്ളത്തിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇനി ഉപ്പിടണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? എന്നാൽ ചത്തു കഴിഞ്ഞ ഒരു മത്സ്യമാണെങ്കിൽ അതിന് ഉപ്പ് പിടിക്കും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കാനിടയാകണം. അതിന് ദൈവകൃപ ആവശ്യമാണ്. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് വ്യത്യസ്തമായ അനുഭവത്തിലാണ്. ലോകം പറഞ്ഞ അഭിപ്രായത്തിലല്ല അവൻ ജീവിച്ചത്. ലോകം പറഞ്ഞ കാര്യങ്ങളിൽ അനുരൂപപ്പെടാതെ ജീവിച്ചത്. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. അതുകൊണ്ട് ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അവന് വേറൊരു സ്വഭാവം. ആ സ്വഭാവം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാനായിട്ട് പോകുക. 3-ാമത്തെ കാര്യം പറഞ്ഞത്, അവൻ്റെ ജീവിതത്തിൽ 3-ാമത്തെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവന് വേറൊരു സ്വഭാവം എന്നുള്ളതിൽ നിന്ന് അവൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. ഭാഗികമായല്ല, പൂർണ്ണമായി അനുസരിച്ചു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, അവൻ എൻ്റെ ദാസനാണ്. 2, അവന് വേറൊരു സ്വഭാവമാണ്. 3, അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചു. എന്താണ് ഈ വേറൊരു സ്വഭാവം? അതൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഒരാൾ ഒന്ന് വായിച്ചു തരണം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചു തന്നാൽ സൗകര്യമായിരിക്കും. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. പല 2-3 ഭാഗത്ത് പറയുന്നുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗം എടുക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ, പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. ആരോടാ? ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട്, ദൈവത്തോട് ചേർന്നിരുന്നതുകൊണ്ട്, ദൈവത്തോട്. അത് പഴയ നിയമത്തിലൊരു ഭാഗത്ത് യെരമ്യാവ് പറയുന്നുണ്ട്, കച്ച അരയിൽ പറ്റിയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു പറ്റിച്ചേരൽ.
91 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യം നമുക്ക് സുപരിചിതമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഞാൻ ഇതിൻ്റെ ഒരു കമൻട്രി വായിച്ചപ്പോൾ പറ്റിച്ചേരുക എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു കല്യാണക്കുറി അടിച്ചിട്ട് അച്ഛനെ കൊണ്ട് ക്ഷണിക്കാനായിട്ട് ചെന്നപ്പോഴാണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടത്. വെഡ്ഡിങ് എന്നുള്ളത് വെൽഡിങ് എന്നാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ അന്നേരമാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു എല്ല് കയറിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, മാറ്റി അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇതാ നല്ലത്, ഇരിക്കട്ടെ. ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത വണ്ണം ഒട്ടിച്ചേർന്നിരിക്കുന്ന അനുഭവം, ആർക്കും പിരിക്കാൻ പറ്റാത്ത അനുഭവം. അത് തന്നെ ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നെ ദൈവത്തിൽ നിന്ന് ഒരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റുകയില്ല. ദൈവമക്കളെ, ഇത് അല്പപ്രയാസമുള്ള കാര്യമാണ്. പറ്റിച്ചേരുക. അതിൻ്റെ ആ കമൻട്രിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 5:17 അതിന് പറഞ്ഞ വാക്ക് നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ആകുക, ക്രിസ്തുവിൽ ലയിക്കുക, ക്രിസ്തുവിൽ അകത്ത് ക്രിസ്തുവായി തീരുക. മെഴുകുതിരി ഉണ്ടാക്കുന്ന, പണ്ടത്തെ കാലത്ത് മെഴുകുതിരി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നൂല് കെട്ടിയതിന് ശേഷം ഉരുകിയ മെഴുക് അതിലേക്ക് ഒഴിച്ചാണ് അത് വലിയ മെഴുകുതിരി, ത്രോണോസിൽ വെക്കുന്ന മെഴുകുതിരികളൊക്കെ ഉണ്ടാകുന്നത്. അത് നടുക്ക് ആദ്യം ആ മെഴുക് വേറാൻ വേണ്ടി, നടുക്ക് ആകാൻ വേണ്ടി അതിനെ സമർപ്പിക്കുക, അതിലേക്ക് പിന്നെ ഒഴിക്കുക, കവർ ചെയ്യുന്നത് നടുക്കാണ് അത് നിൽക്കുന്നത്. ഇതുപോലാണ് ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ. ഞാൻ അതിനൊരു കാര്യം, ഈ പുതിയ സൃഷ്ടി, രൂപാന്തരം ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നതാണ്, എല്ലാ പ്രസംഗത്തിലും കേൾക്കും. പുതിയ സൃഷ്ടിയാണ്, രൂപാന്തരപ്പെടുക എന്നൊക്കെ. എന്താണ് ഈ രൂപാന്തരം? ഞാനൊരു സാധാരണ ഉദാഹരണം പറയാം. കോളാമ്പി കണ്ടിട്ടുണ്ടോ? ഞാൻ പോകുന്നിടത്തൊക്കെ പറയാറുള്ളതാണ്. കോളാമ്പി കണ്ടിട്ടുണ്ടോ? തെങ്ങ വെച്ച് കെട്ടുന്ന കോളാമ്പി അല്ല. ഞങ്ങളുടെ നാട്ടിൽ അതിനെ തുപ്പക്കോളാമ്പി എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ ആയിരിക്കും. അത് വിലയുള്ള സാധനമാണ്, പിച്ചളയോ ഓടോ ഒക്കെ ആയിരിക്കും, വിലയുള്ള സാധനമാണ്. ഈ സാധനം ക്ലാവ് പിടിച്ചിപ്പം കിടക്കുക. കാരണം ഡിസ്പോസിബിളൊക്കെ, വാഷ് ബേസിനും പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസും അതിനുള്ള ഐറ്റംസൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. മരുമോൾ വന്നപ്പം വിചാരിച്ച് ഇതൊന്ന് വൃത്തിയാക്കണമെന്ന്. അവൾ ഇത് പോളിഷ് ചെയ്ത്, നല്ല ഭംഗിയായിട്ട് ഇത് പോളിഷ് ചെയ്ത് അതിൻ്റെ ക്ലാവൊക്കെ മാറ്റി. ഇപ്പോൾ ഇത് വെട്ടിത്തിളങ്ങും, പുതിയതുപോലുണ്ട്. ശുദ്ധവെള്ളത്തിൽ കഴുകി ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിച്ച് അണുവിമുക്തമാക്കി. പുതിയതല്ലെന്ന് ആരും പറയത്തില്ല. ഇപ്പോൾ കണ്ടാൽ ആരും ശ്രദ്ധിക്കും, അത്രമാത്രം ശോഭയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മുടെ ബിബിനച്ചൻ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ ഇത്രയും വൃത്തിയായ പാത്രത്തിൽ ഇച്ചിരി അടപ്രഥമം വെച്ചിട്ടുണ്ട്, പയറ് പായസോ, അച്ഛനെ ആദ്യം തന്നെ കൊടുത്തേക്കാമെന്ന് വെച്ചു. കൊടുക്കുമോ? ഇല്ല. കൊടുത്ത അന്നത്തോടെ അച്ഛൻ ഭവന സന്ദർശനം നിർത്തിക്കളയും. കാരണം അതിനകത്ത് അണുവിമുക്തമായിട്ടുണ്ട്, അതിനകത്ത് അഴുക്കൊന്നുമില്ല, അത് വിലയുള്ള പാത്രമാണ്. പക്ഷേ കൊടുക്കത്തില്ല. എന്താ കാര്യം? നിങ്ങൾ പറ, അച്ഛന്മാർ വെറും പാവമാണ്. കോളാമ്പി, അതാ പ്രശ്നം, ആ പേരാ പ്രശ്നം. അതുകൊണ്ട് അത് നിങ്ങൾ കൊടുത്തു, വിറ്റു, നല്ല വില കിട്ടി. മേടിച്ച ആൾ കൊണ്ടുപോയി ഉടച്ച് ഉരുക്കി മറ്റൊരു ഡൈക്കകത്ത് മനോഹരമായ കപ്പാക്കി, നല്ല കൊത്തുപണിയുള്ള മനോഹരമായ കപ്പ്, അത് തന്നെ ഉടച്ച് ഉരുങ്ങി മറ്റൊരു ഡൈക്കകത്ത് മനോഹരമായ കപ്പാക്കി. ആ കപ്പ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു, ചോദിച്ച വില കൊടുത്തു, അത് മേടിച്ചു. ഇപ്പോൾ കട്ടിലിൻ്റെ കീഴിലല്ല ആ സ്ഥാനം
ഇരിക്കുന്നത്. എവിടെയാണെന്നറിയോ? ഷോക്കേസിലാണ്. അപ്പോൾ ചോദിച്ചു, ഇത് ഇവിടുന്ന് കൊണ്ടുപോയ സാധനമാണ്, എങ്ങനെയാണ് ഇത് ഇങ്ങനെയായ? അപ്പോൾ പറഞ്ഞു, അതെ, ഇത് ഞങ്ങൾ ഉടച്ച് ഉരുക്കി മറ്റൊരു ഡൈക്കകത്ത് മനോഹരമായ കപ്പാക്കി. ഇപ്പോൾ ഇത് മാനപാത്രമാണ്. നമ്മുടെ ജേക്കബ് ഡാനിയൽ അച്ഛൻ ഭവനത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇപ്പോൾ മാനപാത്രമാണ്. ഇതിപ്പോൾ മാനപാത്രമാണ്. ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒരു ഹീനപാത്രമായിരുന്നു. എൻ്റെ അപ്പൻ പറഞ്ഞു, ഇങ്ങനൊരു മോൻ വേണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു, പോയി ചത്തൂടെ, എനിക്കിങ്ങനൊരു മോൻ വേണ്ടായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതല്ലേ. എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, അവനോട് സംസാരിക്കാൻ കൊള്ളത്തില്ല, ഭ്രാന്തനവൻ. പറയട്ടെ, വൃത്തികെട്ട ജീവിതം നയിച്ച, ഒരു കാരണവശാലും ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ കൊള്ളാത്ത, സമൂഹം എഴുതിത്തള്ളിയ ഒരു ഹീനപാത്രം. 2ാം ക്ലാസ്സിൽ മറിഞ്ഞു വീണതിന് മരുന്നായി എൻ്റെ അപ്പൻ തന്നത് കള്ള് ഷാപ്പിൽ ഏർപ്പാടാക്കി കുടിച്ചിട്ട് പോകാനാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ എക്സ്പ്ലോസീവ്സ് വെടിമരുന്ന് കട നടത്തുന്ന ആളാണ്. തൃശ്ശൂർ കമ്പം, തലവൂർ കമ്പം, പട്ടാഴി കമ്പം, അങ്ങനെയുള്ള വലിയ മത്സര കമ്പങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. ദൈവമായിട്ടങ്ങ് ഒരു ബന്ധമില്ല. ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ച ആളാണ്. അതുകൊണ്ട് ദൈവമൊന്നുമില്ല, മനുഷ്യനാണ് വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്താണ് എൻ്റെ ജനനം. അതോടെ ഞാനും പള്ളിയിലൊന്നും പോയിട്ടില്ല. എന്നാൽ എൻ്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, നന്നായി പ്രാർത്ഥിക്കുന്ന. പക്ഷേ അമ്മയുടെ പ്രാർത്ഥന കാര്യങ്ങളൊന്നും അവിടെ എറിച്ചില്ല. ഞാൻ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 22ാമത്തെ വയസ്സിൽ കുടിച്ച് വായിൽ സ്പ്രേ ചെയ്തിട്ട് ആണ് മിന്നു കെട്ടാൻ പോയത്. അല്ലെങ്കിൽ കൈ ഉറയ്ക്കായിരുന്നു. രാവിലെ ആരെങ്കിലും ഒരു പെഗ് എനിക്ക് പിടിച്ചു തന്നില്ലെങ്കിൽ പല്ല് തേക്കാൻ പറ്റത്തില്ല, ഓക്കാനം വരുമായിരുന്നു. ആ ഒരവസ്ഥയിൽ ഞങ്ങളുടെ മാർത്തോമ സഭയിൽ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം, അബ്രഹാം, സാറ എന്നിവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാൽ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ എന്ന് പറയുമ്പം അച്ഛൻ കുരിശ് വരയ്ക്കും. അത് ചെറുക്കനും പെണ്ണിനും കണ്ടിട്ട് ആ പെണ്ണും ചെറുക്കനും അത് ഏറ്റെടുക്കുന്നതിൻ്റെ കുരിശ് വരയ്ക്കണം. പള്ളി പോകാത്ത ഞാനങ്ങനെ കുറിച്ച്, അതുകൊണ്ട് ഞാൻ അച്ഛൻ കാണിച്ചതുപോലെ അച്ഛനെ തിരിച്ചിട്ടൊരു കുരിശ് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അച്ഛൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ടാൾ. അപ്പോൾ എന്നെ ഈ അടുത്ത സമയത്ത് എന്നെ കണ്ടുമ്പോൾ പറഞ്ഞു, നീ എനിക്ക് കുരിശ് എന്നവനല്ലേ, നിന്നെ ഞാൻ മറക്കത്തില്ല, പ്രായമുള്ള ആളാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവത്തോട് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ച, അങ്ങനെ ആയിരുന്ന സ്ഥാനത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരു പെക്ക് കുടിക്കേണ്ട ഞാൻ മദ്യപാനത്തിന് പൂർണ്ണമായും, മയക്കുമരുന്നിന് പൂർണ്ണമായും അടിമപ്പെട്ടു. എൻ്റെ ഭാര്യ ഒരു ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. നാളെ എൻ്റെ അനുഭവസാക്ഷ്യങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കും ശുശ്രൂഷയ്ക്ക് മധ്യേ. ഞാൻ പറയട്ടെ, എല്ലാവരും എഴുതി തള്ളിയതാണ്, ആരും എന്നോട് മിണ്ടത്തില്ലായിരുന്നു. ഞാനും മരിക്കാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. മദ്യപാനം മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗിച്ച് ജീവിതമാകെ തകർന്നു പോയ ഒരുവൻ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ അന്ന് ഒരമ്മമ്മ പ്രാർത്ഥിക്കുന്ന ഒരു നേഴ്സ്, അവർ സൗദിയിലായിരുന്നു. അവർ വീട്ടിലൊരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചിട്ട് എൻ്റെ ഭാര്യയെ വിളിക്കാൻ വന്നു. അന്ന് തകർന്നൊരനുഭവത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് പുനലൂർ ദീൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്, വേദനയോടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. യൂട്രസിനകത്ത് ജന്മനാ അംഗവൈകല്യം, അതിൻ്റെ കൂടെ എൻ്റെ മദ്യപാനം. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മരിക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന ഒരു കാലം. ഞാൻ പറയട്ടെ, ആ സമയത്ത് അവൾ എന്നിലേക്ക് മിന്നമാല തന്നത് അത് വിറ്റ് കുടിച്ചതുകൊണ്ട് കള്ളം പറഞ്ഞിട്ട് പണയം വെച്ചാന്ന് പറഞ്ഞു. അതെടുക്കാനായിട്ട് വീണ്ടും പണം തന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോപിച്ചു. ശ്രദ്ധിക്കണം, ആവശ്യമില്ലാതെ കോപിക്കുന്നത് കാണുമ്പം വിചാരിച്ചോണം എന്തോ മറച്ചു വെക്കാനാന്ന്. ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെ കോപിച്ചപ്പോൾ അവൾ സഹി കേട്ടിട്ട് നിരാശ കൊണ്ടാണ് പറഞ്ഞു, എന്നെ അങ്ങ് കൊല്ലാൻ പറഞ്ഞു. ഈവിൾ സ്പിരിറ്റ് ഉള്ളിൽ നിൽക്കുമ്പോൾ മാനുഷികമില്ലല്ലോ. കൈ കിട്ടിയതൊക്കെ എടുത്ത് എൻ്റെ ഭാര്യയെ അടിച്ചു. അവൾ അടികൊള്ളുന്നതിനനുസരിച്ച് കൊല്ലെന്ന് പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞതിനനുസരിച്ച് അടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ഇടയ്ക്ക് കയറി. പെമ്മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യയോട് വലിയ കാര്യമാണ്. ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊല്ലാതടാ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ കൊല്ലാതടാ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറിയപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ ഹൃദയം തകരും. എൻ്റെ അമ്മച്ചിയെ പിടിച്ചൊരു ഏറ് വെച്ച് കൊടുത്തു, തലയെന്ന് ഭിത്തിയിലടിച്ചു, തല പൊട്ടി ചോര ഒഴുകി.
6 സ്റ്റിച്ചിടേണ്ടി വന്നു. ആ ചോരയ്ക്കകത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു മോൻ വേണ്ടായിരുന്നു, ഇങ്ങനൊരു മോൻ വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് എഴുതി തള്ളിയ ഒരാളാണ് ഞാൻ. എന്നോട് സംസാരിക്കാൻ കൊള്ളത്തില്ലെന്ന് എൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയും പറഞ്ഞതാ. എൻ്റെ ഭാര്യയുടെ ഒരിക്കൽ എൻ്റെ അമ്മാച്ചൻ പറഞ്ഞു, മോളെ നീ നിൻ്റെ വീട്ടിൽ പോ, ഇവനൊരിക്കലും ഗുണം പിടിക്കത്തില്ല. എന്നാൽ അന്ന് മരിക്കാൻ തുടങ്ങിയ എൻ്റെ ഭാര്യയെ ഈ അമ്മാമ്മ വന്ന് വിളിച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ട് വരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അച്ഛനതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, കെ.ഒ. മാത്യൂസ് എന്ന് പറഞ്ഞൊരു അച്ഛനാ, പ്രായമുള്ള അച്ഛനാ. അച്ഛൻ വലിയ ദൈവകൃപ. അച്ഛൻ്റെ 2 കുഞ്ഞുങ്ങളും കണ്ണ് കാണത്തില്ല, അമേരിക്കയിലാണ്, അവിടെ ജനിച്ചു വളർന്നതാണ്. എന്നാൽ അച്ഛൻ വലിയ ദൈവകൃപയിലാണ്. അച്ഛൻ അവിടേക്ക് ചോദിച്ചു, എന്താ മോളെ നിൻ്റെ പ്രശ്നം? അപ്പോൾ അവൾ പറഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, അതാ കാരണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സാരമില്ല മോളെ, 100 വയസ്സായവർക്ക് വരെ കുഞ്ഞുങ്ങളെ കൊടുത്ത ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത്, അത് വിട്, അതല്ലല്ലോ മോളുടെ പ്രശ്നം. പറഞ്ഞു, അച്ഛാ ഞാനൊരു ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കാം, എനിക്കിനി ജീവിക്കണമെന്നില്ല, എനിക്ക് പേടിയാ അച്ഛാ, ഭയമാ അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോളെ മനുഷ്യനേകനായിരിക്കും നന്നല്ല, തക്ക തുണയെ തന്ന ദൈവമാണ്. മോളവൻ്റെ കാൽക്കലും തലക്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. റീത്തുകാരിയായ എൻ്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ചില പാട്ടുകളും ചില കാണാതെ പഠിക്കുന്ന ചില വായിക്കുന്ന ചില പ്രാർത്ഥനകളെ അറിയാവൂ. അവൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. മോളവൻ്റെ കട്ടിലിൻ്റെ കാൽക്കലും തലക്കിലും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവം അവനെ രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ കേൾക്കണോ ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ അറിയാത്ത ഭാര്യ രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ ഞാൻ കുടിച്ച് ലെവലില്ലാതെ കിടന്നുറങ്ങുമ്പോൾ അവളുടെ കണ്ണുനീരെൻ്റെ മുഖത്ത് വീണിട്ടുണ്ട്. ഞാൻ ഉണർന്നിട്ട് അടിച്ചിട്ടുണ്ട്, നിനക്ക് വേറെ പണിയില്ലേ, മനുഷ്യൻ കിടന്ന് ഉറങ്ങണ്ടേ, കാൽക്കലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തൊഴിച്ചിട്ടുണ്ട്. എന്നാൽ പറയട്ടെ ദൈവമക്കളെ, എൻ്റെ പ്രാർത്ഥന, അവളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേട്ടു. എന്നെ പേർ ചൊല്ലി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇന്ന് തെമ്മല CSI പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്കൊരു മോനെയും മോളെയും ദൈവം തന്നു. മോന് മന്ദബുദ്ധിയായി പോകുമെന്ന് പറഞ്ഞു. പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ഞാൻ ഉപദ്രവിച്ചുകൊണ്ടാണ് മന്ദബുദ്ധിയായി പോകുമെന്ന് പറഞ്ഞു. പക്ഷേ +2-ന് 600 മാർക്ക് മേടിച്ച്, സെങ്കുരേറ്റി പുനർമാർക്ക് മേടിച്ച്, ഗോൾഡ് മെഡൽ മേടിച്ച് പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം അവന് എൻട്രൻസ് എഴുതി, മെഡിസിന് കിട്ടിയത്. എന്നാൽ അവന് വെറ്റിനറിയോട് താല്പര്യമുള്ളതുകൊണ്ട് പൂക്കോട് വെറ്റിനറി കോളേജിൽ അവൻ പഠിച്ച് PG ഇങ്ങോട്ട് കാശ് മേടിച്ച് അവൻ സ്കോളർഷിപ്പിൽ തന്നെ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉപ്പുതറ ഗവൺമെൻറ് സർജനായി, ഇപ്പോൾ വെറ്റിനറി ഓഫീസറായി അവിടെ ജോലി ചെയ്യുക. മോള് ഹല്ലേലൂയ, അവൾ 8 വർഷത്തിന് ശേഷമാണ് അവളെ ഞങ്ങൾക്ക് തന്നത്. അവളിപ്പോൾ കർണാടക PG കഴിഞ്ഞതിന് ശേഷം ബാങ്കിൻ്റെ ഓഫീസറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഭൂമിയുടെ പരപ്പിൽ പോലും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എന്നെ ഈ വിശുദ്ധ ദൈവഭക്തന്മാരുടെ മുമ്പിൽ ഈ വിശുദ്ധ സ്ഥലത്ത് നിർത്തിയ മാനപാത്രമാക്കിയ ഒരു ദൈവം ജീവിക്കുന്നു. ദൈവമക്കളെ, ഇന്നിവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും വളരെ വേദനയോടെ മക്കളുടെ കാര്യം ഓർത്തായിരിക്കാം, ഭർത്താവിൻ്റെ കാര്യം ഓർത്തായിരിക്കാം. ദൈവമേ, അവൻ്റെ സ്വഭാവത്തിനൊരു രൂപാന്തരമില്ലല്ലോ, മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ് ആരോടും തുറന്നു പറയാത്ത സങ്കടക്കടലിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ചീത്തയായതിനെ വലിച്ചെറിയുന്നവരാ. ഹല്ലേലൂയ. മോശമായതിനെ വലിച്ചെറിയുന്നവരാ. നമ്മുടെ കയ്യിലൊരു പാത്രം ബ്രോക്കണായാൽ, അത് ഉടഞ്ഞു പോയാൽ അതിനെ നമ്മൾ വലിച്ചെറിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ അത് ചീത്തയായാൽ അത് തട്ടിത്തെറിപ്പിക്കും. എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പറിൽ അല്പം മഷി പടർന്നാൽ ചുരുട്ടിക്കൂട്ടി നമ്മൾ വലിച്ചെറിയും. ഞാൻ പറയട്ടെ, മോശമായതിനെ വലിച്ചെറിയുന്നവനല്ല എൻ്റെ ദൈവം. നിങ്ങൾ കുശവൻ്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെല്ലുക. അവൻ പരാജയപ്പെട്ട കുശവനല്ല. അവൻ്റെ കയ്യിൽ എഴുന്ന പാത്രം ചീത്തയായതിനെ ഹല്ലേലൂയ വലിച്ചെറിയാതെ ഒരു മാനപാത്രമായി പണിഞ്ഞെങ്കിൽ, അവന് ഇഷ്ടമുള്ള ഒരു അനുഭവമാക്കി പണിഞ്ഞെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നിവിടെ വിളിച്ചു പറയട്ടെ, എൻ്റെ യേശു കർത്താവ് തച്ചനാ. അവൻ്റെ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും പറഞ്ഞു, അവൻ തച്ചനാ, അവൻ തച്ചൻ്റെ മകനാണെന്ന് പറയും. തച്ചൻ്റെ ജോലി എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കേടുപാട് പറ്റിയതിനെ, മുട്ടും മുഴയുള്ളതിനെ, യാതൊരു വിധമായി അതേ പ്രയോജനപ്പെടാത്തതിനെ ഹല്ലേലൂയ പരിപരുത്തതിനെ, ചിന്തേരിട്ടും എനിക്ക് മുട്ടും മുഴയുമുള്ളതിനെ, അത്
ചെത്തി വെടിപ്പാക്കി ഉപയോഗമുള്ള ഉപകരണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ കർത്താവേ, നീ പരാജയപ്പെട്ട ദൈവമല്ല, പരാജയപ്പെട്ട തച്ചനല്ല, നീ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം വലിച്ചെറിയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും ഭാഗം ശരിയാകാനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്തിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിന്നെ മാനപാത്രമാക്കും. അവിടെ ഇതാ പറഞ്ഞത്, രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. പറ്റിച്ചേരുന്ന അനുഭവത്തിലേക്ക് വരുന്നെങ്കിൽ ഇന്നൊരു വിടുതലിൻ്റെ അനുഭവത്തിൽ മടങ്ങിപ്പോകാം. ഇന്നൊരു വിടുതലിൻ്റെ അനുഭവത്തിൽ നമുക്ക് മടങ്ങിപ്പോകാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അവന് വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞത്, അതെ, അവൻ ദൈവത്തോട് പറ്റിച്ചേർന്നു. ഒരുപാട് പേര് ദൈവത്തോട് പറ്റി നിന്നതായിട്ട് വേദപുസ്തകം വായിക്കുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോട് പറ്റി നിന്നതായിട്ട് വായിക്കുന്നുണ്ട്. മറ്റു പലരും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നതായിട്ടുള്ള ദൈവമക്കളെ, ഇതൊരു അനുഭവമാണ്. പറ്റിച്ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ്, പറയാനുള്ള കാര്യം. അതുകൊണ്ടാണ് മഹാകവി എം ഇ ചെറിയാൻ സാറ് പാടിയൊരു പഴയ പാട്ടുണ്ട്, യേശുവോട് ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശുതൻ്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ, യേശുവോടു ചേർന്നിരിപ്പ എത്ര മോദമേ, യേശുവിനായി. ഒന്നാമത്തെ അവൻ്റെ സ്വഭാവം, അവന് വേറൊരു സ്വഭാവം, ദൈവത്തോട് പറ്റി നിന്ന സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവം നമുക്ക് 13-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ, 14-ന്റെ 1-2 വാക്യങ്ങളും വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 30-ഉം 31-ഉം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക. അതിൻ്റെ 14-ന്റെ 1-2 കൂടെ വായിച്ചു. കാരണം മതി. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ ജനം മിസ്രൈം അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് കനാൻ ദേശം ഒറ്റുനോക്കാൻ 12 പ്രഭുക്കന്മാരെ അയച്ചു. 12 പ്രഭുക്കന്മാർ. അതിൽ 2 പേരാണ് യോശുവയും കാലേബും. അവിടെ ചെന്ന് അവർ കണ്ടത് പാലും തേനും ഒഴുകുന്ന ദേശം, മുന്തിരിക്കൊല വളരെ വലിയ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതാണ്. ഇതെല്ലാം അവർ കണ്ടു. പക്ഷേ അവരതല്ല കണ്ടത്. 10 പേര് കണ്ടത് വേറൊരു കാഴ്ചപ്പാടാണ്. അവിടെ അമാല്യക്ക മല്ലന്മാരെയും അവരുടെ സന്തതികളെയും കണ്ടു. എന്നിട്ട് അവർ വന്നിട്ട് ഇവിടെ പറയുകയാണ്, അമാല്യക്ക മല്ലന്മാർ അവിടെ ഉണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചോ അവർ വിശ്വാസമല്ല. ലോകപരമായി പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെ അതൊക്കെ വിട്, അത് അവിടെ ചെന്നെങ്കിലല്ല പറ്റുമോ. ചെല്ലുന്നതിന് മുമ്പിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കുഴപ്പം ഇതാ, ദൈവാനുഗ്രഹം ഉണ്ട്, അത് പ്രാപിക്കണമെങ്കിൽ അത് ആ തലത്തിലായിത്തീരണ്ടേ. അതിന് സാത്താൻ സമ്മതിക്കുകയില്ല. അവൻ പറയുകയാണ്, അവിടെ അമാല്യക്ക് മല്ലന്മാരുണ്ട്. തടസ്സം പറയുക. ഏത് കാര്യത്തിനും ഇങ്ങനെ തടസ്സം പറയുന്ന ചില ആൾക്കാരുണ്ട്. അവിടെ അമാല്യക്ക് മല്ലന്മാരുണ്ട്. പിന്നെ പറയാ, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നി. ഇത് മനോധൈര്യത്തിൻ്റെ അല്ല, എന്താ പറയണ്ടേ, അതിന് ആത്മാഭിമാനം ഇല്ലാത്ത ഒരനുഭവമാണ്.
സ്വയമായി തന്നെ ചെറുതാകുക. എന്താ? അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങളും അവരുടെ മുമ്പിൽ ഞങ്ങൾ, നമ്മളൊക്കെ പറയത്തില്ലയോ വലിയ വലിയ ആൾക്കാർ, അവരുടെ മുമ്പിൽ നമ്മളൊക്കെ എന്തുവാ എന്ന് പറയുന്ന പോലെ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. എന്നിട്ട് പറയാം അവരുടെ കണ്ണിലും അങ്ങനെ തന്നെ. ദൈവമക്കളെ, എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ജനത്തെ ഇളക്കി. ജനമെല്ലാം പ്രക്ഷുബ്ധമായി, അന്തരീക്ഷം ഭയങ്കരമായി മോശമായി. മോശയ്ക്ക് പോലും ജനത്തെ അമർച്ച ചെയ്യാൻ പറ്റുന്നില്ല. മോശയ്ക്ക് ജനത്തിൻ്റെ ഇടയിൽ സമാധാനം വരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. ജനമെല്ലാം പൊട്ടിക്കരയാനും ഇതല്ലേ, എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ പറഞ്ഞുണ്ടാക്കിയാൽ അത് കേട്ടിട്ട് അങ്ങ് ഇളവുന്ന ഭൂരിപക്ഷം ജനങ്ങളാണ്. അതിൻ്റെ വസ്തുത അറിയാതെ ഇളകുന്ന ഒരു ജനം. അതിൻ്റെ ഇളവിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ, ആ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ വായിച്ച വാക്ക് നിങ്ങൾ കേട്ടോ, മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? വേദപുസ്തകത്തിൽ കർത്താവ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്യമാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാകുകയല്ല, സമാധാനം ക്രിയേറ്റ് ചെയ്യണം, സമാധാനം ഉണ്ടാക്കണം. ഉണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ചിലർ പള്ളിയിൽ വന്നാൽ പറയും, അയാൾ വന്നാൽ പള്ളി കുളമാകുമെന്ന് പറയും, അല്ലേ? ചിലർ കമ്മിറ്റിയിലുണ്ടായാൽ അയ്യോ ആ പള്ളി കുളമായെന്ന് പറയും. ചിലർ പ്രാർത്ഥനാ കൂട്ടത്തിൽ വന്നാൽ അയ്യോ വന്നു കഴിയുമ്പോഴേ ഉള്ള സമാധാനം. ചിലർ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ അവൾ വന്നത് ഉള്ള കുടുംബ സമാധാനം നഷ്ടപ്പെടുത്തിയെന്ന് പറയും. എന്നാൽ ചിലർ ചെല്ലുമ്പോഴോ അയ്യോ ആൾ വന്നത് ഒരു സമാധാനമായി. സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ചു, യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെയാണ് അത് പറഞ്ഞത്? ലോകം തരുന്ന പോലെയല്ല. നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 14 13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 18 വരെ ഒറ്റ രാത്രി നടന്ന സംഭവങ്ങളാണ്. ഒരു കാളരാത്രിയിൽ നടന്ന സംഭവങ്ങളാണ്. 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ, ഇന്ന് വായിച്ച വേദഭാഗമൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് 14 അധ്യായത്തിൽ തൻ്റെ പ്രിയപ്പെട്ട തനിക്കുള്ളവരെ താൻ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, അവരോട് സംസാരിക്കുന്നൊരു കാര്യമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇത് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മാനുഷികമായി അടുത്ത സമയം നിന്ദിക്കപ്പെടാൻ പോകുക, ദുഷ്ടന്മാരെ പിടിക്കപ്പെടാൻ പോകുക, 3 മതക്കോടതിയിലും 3 സിവിൽ കോടതിയിലുമുള്ള വിസ്താരങ്ങളിൽ അവൻ ഏർപ്പെടാൻ പോകുക, അർദ്ധരാത്രി മുഴുവൻ താടന പീഡനങ്ങൾ ഏൽക്കാൻ പോകുക, അതേ ഭാരമേറിയ മരക്കുരിശേക്കാൻ പോകുക, മനുഷ്യൻ്റെ നിന്ദാപാത്രമായി തീരാൻ പോകുക, ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുക. ഇതൊക്കെ താൻ ശാരീരികമായി വ്യക്തമായി സുബോധത്തോടെ അനുഭവിക്കാൻ പോകുന്നത് അതിൻ്റെ 17 അധ്യായത്തിൽ പറയുന്നുണ്ട്. നാഴിക വന്നു എന്നറിഞ്ഞുവെന്ന്. തൻ്റെ നാഴിക വന്നു എന്നറിഞ്ഞിരിക്കുന്ന ആ സമയമാണ്. അവൻ്റെ ഉള്ളം തകർന്നിരിക്കുന്ന സമയമാണ്. അത് മരണവേദന പോലെ ഉള്ളം തീങ്ങി രക്തം വിയർപ്പ് തുള്ളിയായി വീഴുന്ന സമയമാണ്. ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ചിരിക്കാൻ കഴിയും? എങ്ങനെ മറ്റുള്ളവരുടെ സമാധാന വാക്ക് പറയാൻ പറ്റും? അവൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, കുടുംബം തകർന്ന തരിപ്പണമായ അനുഭവത്തിൽ, തകർന്ന സമാധാനമില്ലാത്ത അനുഭവത്തിൽ നീ ഒരു സമാധാനമായി മാറാൻ ദൈവം നിനക്ക് കൃപ തരാൻ പോവുക. ഹല്ലേലൂയ. പ്രശ്നം ഉണ്ടാക്കുന്നവനായിട്ടല്ല, സമാധാനം കളയുന്നവനായിട്ടല്ല, സമാധാനം ഉണ്ടാക്കുന്നവനായി, സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നവനായി തീരണം. അതിന് കർത്താവിൻ്റെ സമാധാനം ഉള്ളത്തിൽ വസിക്കണം. ആദ്യം എനിക്ക് സമാധാനമില്ല, ഞാൻ മറ്റുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത്? മറ്റുള്ളവരോട് എങ്ങനെ സമാധാനപ്പെടുത്താൻ പറയും? നമ്മുടെ ഉള്ളം കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ ദൈവമക്കളെ, ഇത് ലോകത്തിനെടുക്കാനോ കൊടുക്കാനോ കഴിയാത്ത സമാധാനമാണ്. അത് അനുഭവിച്ച ആളാണ് ഞാൻ. വേദനകളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല. നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവിനെ അറിഞ്ഞല്ലോ, ഇനി രോഗമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് 16 അധ്യായത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഒരു തുണ്ട് കയറിനകത്ത് അവസാനിപ്പിക്കേണ്ട, നാട് വിട്ടുപോകേണ്ട, ധൈര്യപ്പെടുവേൻ. ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാരണം എന്താ? അവിടെ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ആത്മാർത്ഥമായ കാര്യമാണ്. ദൈവമക്കളെ, പ്രശ്നമില്ലെന്നല്ല, ഒരുപാട് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലും ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോൻ 12ാം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞ് അവന് വയനാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണിനൊരു പ്രയാസം. ഞാൻ പോകുന്നിടത്തൊക്കെ പറയുന്നതാണ്.
കണ്ണിന് കാഴ്ച വേരിയേഷൻ രണ്ടായിട്ട് കാണാൻ തുടങ്ങി, ഡബിളായിട്ട് വിഷ്വൽ രണ്ടായിട്ട് കാണാൻ തുടങ്ങി. അവസാനം അത് അലർജി ആണെന്നൊക്കെ വിചാരിച്ചു, പല കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അതൊന്നും അല്ല എന്നുള്ളത് ഇവിടെ കോഴിക്കോട് അകല്യ ആശുപത്രിയിൽ അന്ന് ഇരുന്നത് ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രോഗം കണ്ടുപിടിച്ചു. കോർണിയ ബൾജിയ, ജന്മനമുള്ള അസുഖമാണ്. നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു ലഭിക്കത്തില്ല. നഷ്ടപ്പെടാനുള്ളത് സേവ് ചെയ്യാം, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മോനൊരു കാര്യം ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല, തിങ്കളാഴ്ച എക്സാമാണ്, എഴുതിയില്ലെങ്കിൽ 6 മാസം പുറയിലേക്കും. ഫാർമക്കോളജിലെ എക്സാമാണ്, മുഴുവൻ മെഡിസിൻ്റെ പേരുകളും അതിൻ്റെ കെമിസ്ട്രിയൊക്കെയാണ്, കാണാതെ പഠിച്ചെഴുതണം. അത് എഴുതിയില്ലെങ്കിൽ തോറ്റുപോകും. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്താ ചെയ്യുന്നത്, പപ്പ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷ എഴുതി തോറ്റുപോയി. 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു. എൻ്റെ കുഞ്ഞിൽ സാത്താൻ പ്രവർത്തിച്ചു. ഡിപ്രഷനായി, ആരോടും മിണ്ടാതെ മുറിക്കകത്തായി. അവൻ്റെ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാണ്. കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ ആരോടും മിണ്ടുന്നില്ല, പപ്പ ആരെങ്കിലും വരണം. ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഷായിച്ച പാൻ വരട്ടെ. ഇന്നലെ രാത്രി 112 സങ്കീർത്തനം ആവർത്തിച്ച് വായിക്കാൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. ഞാനെടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും. പിശാച് ദുഷ്ടൻ പല്ല് കടിച്ചുരുകിപ്പോകും. അവൻ്റെ ആശ നശിച്ചു പോകും. ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ചെയ്യേണ്ടേ? നമുക്ക് ദൈവസന്നിധിയിൽ 3 ദിവസം ഇരിക്കാം. ഞാൻ ചോദിച്ചു ഇപ്പോഴാണോ 3 ദിവസം ഇരിക്കുന്നത്? നമുക്ക് പോയിട്ട് ക്രമീകരിച്ചിട്ട് വന്നിട്ടിരിക്കാം. അതല്ല, നമുക്കത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞങ്ങൾ 3 ദിവസം ഫാസ്റ്റിംഗ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ അന്നത്തെ വികാരി, പ്രായമുള്ള ഒരച്ഛനാണ്, CT ജോൺ അച്ഛൻ, ഭക്തനായൊരു മനുഷ്യൻ. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ 30 വർഷം പൂർത്തീകരിച്ചപ്പോൾ അച്ഛൻ സാക്ഷ്യം പറഞ്ഞത് ഞങ്ങളുടെ ഹൃദയത്തിൽ തകർത്ത് കളഞ്ഞൊരു കാര്യമാണ്. 30 വർഷത്തിനിടയ്ക്ക് വിശുദ്ധ സംസർഗം എടുത്ത് കൊടുക്കുന്ന അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ 30 വർഷത്തിനിടയ്ക്ക് ഒരാളെ മുറിപ്പെടുത്തേണ്ട വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല, ഒരാളെയും വേദനിപ്പിക്കേണ്ട വാക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. സാക്ഷ്യം പറഞ്ഞ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുകയാണ് അച്ഛൻ. അങ്ങനെ ഒരു ഭക്തനായ മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു ഷാജി ഞാനും കൂടി ഇരിക്കാം, നമുക്ക് 3 ദിവസം. 3-ാമത്തെ ദിവസം ഒരു 3:45 കാണും. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പ നിങ്ങൾ പ്രാർത്ഥിക്കുന്നറിയാം, ഒരു വലിയ കാര്യം നടന്നു. അതേ VC ആയിരുന്ന അന്നത്തെ കാലത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ പിള്ളേരെല്ലാം ചെന്ന് പറഞ്ഞപ്പോൾ ഈ 3 പേര് തോറ്റേൻ്റെ കാര്യം പറഞ്ഞു. കണ്ണിന് സുഖമില്ലാത്ത ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഒരു കാര്യം ചെയ്യ്, കണ്ണിന് സുഖമില്ലാത്ത ആളല്ലേ, 3 പേര് പരീക്ഷ എഴുതിക്കൊള്ളട്ടെ, കണ്ണിന് സുഖമല്ല. വീണ്ടും ഒരു യൂണിവേഴ്സിറ്റി ഒരു അവസരം കൊടുക്കുക. എൻ്റെ പറഞ്ഞു ദൈവം ഇങ്ങനൊരു അവസരം തന്നു എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കുണ്ട്, ഇതിൽ തോറ്റുപോയെന്ന് അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യ് പപ്പ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ദൈവം പ്രാർത്ഥന കേട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ രാത്രി 10 മണിയായപ്പം വീണ്ടും വിളിച്ചു. ഫോണിൽ ശബ്ദമില്ല, കരച്ചില്ല. ഞാൻ ചോദിച്ചു എന്താ മക്കളെ? പഴയതുപോലെ കണ്ണ് കാണാൻ വയ്യ, പഴയതുപോലെ കാണാൻ വയ്യ. ഞാൻ ചോദിച്ചു എന്താ കർത്താവ് ഇത്? ചിലർ പറയും ദൈവത്തോട് ചോദിക്കരുതെന്ന്. എൻ്റെ മോൻ എന്നോട് പറഞ്ഞു മോനെ ദൈവത്തോട് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു പപ്പ ഇൻറ്റിമസി ഉണ്ടെങ്കിൽ ചോദിക്കാം, കർത്താവിനോട് ഇൻറ്റിമസി ഉണ്ടെങ്കിൽ ചോദിക്കാം. ദാവീദ് ചോദിച്ചില്ലേ 13-ാം സങ്കീർത്തനത്തിൽ, എത്രത്തോളം ദൈവമേ നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം നീ കാണാതെ വണ്ണം എൻ്റെ മുഖം മറയ്ക്കും. ഇൻറ്റിമസി ഉണ്ടേ ചോദിക്കാം. നമ്മുടെ കർത്താവ് ചോദിച്ചില്ലേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്? ഇൻറ്റിമസി ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അപ്പനോട് ചോദിച്ചോ എൻ്റെ കർത്താവ് എന്താ കാര്യം? പല കാര്യങ്ങൾ പറഞ്ഞു. ജീവിതത്തിലെ പോരായ്മകൾ, കുറവുകൾ, ദൈവവേലക്കാരൊക്കെ കാര്യമൊക്കെ ശരിയാ. ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നേരായി നടക്കുന്നവർ യഹോവ ഭക്തന്മാർ. പ്രൈസ് ദി ലോർഡ്. നടപ്പിൽ വക്രതയുള്ളവൻ അവനെ നിന്ദിക്കുന്നു. സദൃശവാക്യം 14:2. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. ഹല്ലേലൂയ. പാട്ടുപാടുന്നവനോ പ്രസംഗിക്കുന്നവനോ പ്രാർത്ഥിക്കുന്നവനോ അയ്യോ പള്ളിക്ക് കൊടുക്കുന്നവനോ പള്ളി വെക്കുന്നവനോ അച്ഛനാകുന്നവനോ ഒന്നുമല്ല, നേരായി നടക്കുന്നവൻ ദൈവഭക്തൻ. ദോഷം വിട്ടാകുന്നവൻ ഹല്ലേലൂയ ദൈവഭക്തൻ. എന്നോട് ദൈവം സംസാരിച്ചു, കുറവുകൾ ഏറ്റു പറഞ്ഞു.
ദൈവസനം സമർപ്പിച്ചു. നിങ്ങൾ കേൾക്കണോ? ഹല്ലേലൂയ. അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പപ്പയും മമ്മിയോടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പാഴും ശൂന്യമായതിൻ്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ഇരുളിൻ്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അകത്താത്മാവുള്ള ദൈവമക്കൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത്തരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾ തുടങ്ങി. എത്ര നേരം പ്രാർത്ഥിച്ചെന്നറിയത്തില്ല, എത്ര നേരം ദൈവത്തെ സ്തുതിച്ചെന്നറിയത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഭാരം മാറി, ആകുലത മാറി, ടെൻഷൻ മാറി, ഭയം മാറി. എന്തൊരു സമാധാനം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സമാധാനം. ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഭയപ്പെടേണ്ട, സമാധാനത്തോടെ ഇരിക്കുക, കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവൻ പറഞ്ഞു ശരി. പരീക്ഷയ്ക്ക് വേണ്ടി അവനെ രാവിലെ പ്രാർത്ഥിച്ചു വിട്ടു. 1:45 പരീക്ഷ തീരുന്നിടം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്. പരീക്ഷ തീർന്നപ്പോൾ അവൻ എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചു, പപ്പ പരീക്ഷ എഴുതി. ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി എഴുതി, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അതിൽ 90% മാർക്കോടെ ജയിക്കാനിടയായി. അവനെ നേരെ ശ്രീ രവിശങ്കറിൻ്റെ അരികെ കൊണ്ടുവന്നു. അദ്ദേഹം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, വാക്കെന്താണെന്നറിയോ? രോഗം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, രോഗം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, രോഗം കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ, എൻ്റെ സ്നേഹിതർ അച്ഛന്മാർ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ചായച്ച വെച്ചോണ്ടിരിക്കരുത്, കണ്ണല്ലേ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമാണ്. കണ്ണൂർ ഒരു സാംസൺ ഒപ്റ്റിക്കൽസ് ഉണ്ട്, എൻ്റെ സ്നേഹിതരാ. ഞാൻ കണ്ണൂർ ചെല്ലുമ്പോൾ താമസിക്കുന്ന വീടാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ഇഞ്ഞ് വിട്ടുതരാം, ഇവിടെ ഒരു നല്ല കോർണിയ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ കാണിക്കാം. അദ്ദേഹത്തെ കാണിച്ചു. 3 ദിവസം കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തി, കണ്ണിനൊരു കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞു, ഒരു തേർഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ മധുരയ്ക്ക് വിടാം. എൻ്റെ ഒരു പ്രൊഫസർ അവിടെ ഉണ്ട്, അവിടെ വിട്ടു. അവിടെ ഒരാഴ്ചത്തോളം കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തി, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ PSC എഴുതി 20ാമത്തെ റാങ്ക് മേടിച്ച പാസ്സായേ, അവിടെ ജോലി ചെയ്യുന്നു. ഒരു കാര്യം പറയട്ടെ, പുകഴ്ച പറയാനല്ല, വിനയപ്പെടാനായിട്ടുണ്ട്. ദൈവസ്ഥാനം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വമായിട്ടുകൊണ്ട് ഞാൻ പറയുക, ഹല്ലേലൂയ. സമാധാനം ഉള്ളിൽ അനുഭവിക്കുന്നവർക്ക് സമാധാനം പകരാൻ പറ്റൂ. ഇന്ന് സങ്കടത്തോടെ ആരോടും തുറന്നു പറയാൻ വയ്യ, അച്ഛനോട് പോലും പറയാൻ പറ്റത്തില്ല. ഈ അടുത്ത സമയത്ത് ഒരച്ഛൻ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ചങ്ക് പൊട്ടിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ്, അച്ഛൻ്റെ ഭാര്യ ഒരു മോള് മാത്രമേ ഉള്ളൂ, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അദ്ദേഹത്തിന് ഒറ്റ മോനേ ഉള്ളൂ, ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ടതാ. എന്നോട് പറഞ്ഞു, ഷായിച്ച ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല, ജനത്തോട് പറയാൻ പറ്റത്തില്ല, കമ്മിറ്റിക്കാരോട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു ദിവസം എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞുപോയി, എന്തിനാ ഇവൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് ചത്താൽ ആൾ മരിച്ചെന്നങ്ങ് പറയാമല്ലോ, ആൾ മരിച്ചുപോയെന്ന് പറയാമല്ലോ. ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി, ദൈവമില്ലെന്ന് പറഞ്ഞ് ജീവിക്കുക, ഒറ്റ മോനേ ഉള്ളൂ. പാസനേജിൽ അവൻ വരുമ്പോൾ എൻ്റെ ചങ്ക് പൊള്ളുകയാണ്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റുന്നില്ല. മരിച്ചുപോയാൽ മരിച്ചുപോയെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞ് എന്നോട് സങ്കടത്തോടെ പറഞ്ഞ ആ ദൈവദാസൻ, ഞാൻ പറഞ്ഞ, അച്ഛാ ആരോട് നമുക്ക് പറയണ്ട, സമാധാനം തരുന്ന ഒരുവനുണ്ട്. മധുവേൽ അച്ഛൻ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി 12 മണിക്ക് മധുവേൽ ഇറങ്ങിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങൾ കേൾക്കണമോ? ഹല്ലേലൂയ. അവനെ ദൈവം രൂപാന്തരപ്പെടുത്തി ഇന്നൊരു മാനപാത്രമായി. ഹല്ലേലൂയ. സെമിനാരിയിൽ പഠിക്കുക കൊച്ച്. ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മക്കളെ, സമാധാനമില്ലാതെ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുക, സമാധാനം ഉണ്ടാക്കാൻ നിനക്ക് ദൈവം കൃപ തരാൻ, നിന്റെ ഉള്ളിൽ സമാധാനം തരാൻ അവൻ മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിവിടുത്തെ കമ്മിറ്റികൾ തീരുമാനിച്ച കൺവെൻഷൻ അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോ ഡേവിഡ് ഡാനിയൽ അച്ഛനോ ജേക്കബ് ഡാനിയൽ അച്ഛനോ അല്ല, ഇവിടെ ഇരിക്കുന്ന വന്യ വൈദികരല്ല. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്ത അച്ഛൻ വിളിച്ച നാൾ മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എന്നെ ഇങ്ങോട്ട് അയക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിലോട് അയക്കണം, പറയാനുള്ള ദൂത് പറയണം. ഹല്ലേലൂയ. ആൾക്കാരുടെ പെരുക്കത്തിലല്ല, അക്ഷരത്തിൻ്റെ പുതുക്കത്തിലുമല്ല, ആത്മാവിൻ്റെ ഒരുക്കത്തിൽ. ഇന്നിവിടെ കേൾക്കേണ്ടവർ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുക. ആരോടും തുറന്നു പറയാത്ത സങ്കടക്കടലിൽ ആരെങ്കിലും തകർന്നിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിന്റെ കുടുംബമടക്കം സന്തോഷിക്കാൻ പോവുക, വീടടക്കം ആനന്ദിക്കാൻ പോവുക. അതിന് നീ സമാധാനം ഉണ്ടാക്കുന്നവനായി തീരാൻ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുക. നിന്ദിച്ചവരുടെ നടുവിൽ, ആക്ഷേപിച്ചവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ, താഴ്ത്തിക്കെട്ടിയവരുടെ നടുവിൽ, ഗുണമില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ
നിന്നെ സമാധാനത്താൽ ഉയർത്താൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നീ ചെല്ലുന്ന ഭവനം സമാധാനം അനുഭവിക്കാൻ പോകുക. നീ പാദം ചവിട്ടുന്നിടം സമാധാനം അനുഭവിക്കാൻ പോകുക. നിൻ്റെ ഓഫീസ് സമാധാനം അനുഭവിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവൻ്റെ വേറൊരു സ്വഭാവം, അവൻ ജനത്തെ ശാന്തരാക്കുന്ന അനുഭവമായിരുന്നു കാലേബിന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മൂന്നാമത്തെ സ്വഭാവം, അതിൻ്റെ വാക്യം 30 കൂടെ ഒന്ന് വായിച്ചേ. വാക്യം 30. നാം ചെന്ന് അത് കൈവശമാക്കും. അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഇത് വേറൊരു സ്വഭാവം. ഒന്ന്, അവൻ ദൈവത്തോട് പറ്റി നിന്നു, രൂപാന്തരപ്പെട്ട സ്വഭാവം. 2, അവൻ സമാധാനമുണ്ടാക്കുന്ന സ്വഭാവം, വേറൊരു സ്വഭാവം. സമാധാനം അനുഭവിച്ച് സമാധാനമുണ്ടാക്കുന്ന സ്വഭാവം. മൂന്നാമത്തെ കാര്യം ആശ്രയത്വം, ട്രസ്റ്റ്. ദൈവത്തിൽ ആശ്രയിച്ചു. പ്രശ്നത്തെ അല്ല കണ്ടത്. നമ്മുടെയൊക്കെ കുഴപ്പം എന്നറിയാമോ? പ്രശ്നത്തെയാണ് കാണുന്നത്, വലിയ പ്രതികൂലത്തെയാണ് കാണുന്നത്, പ്രതിസന്ധിയാണ് കാണുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇളകി പറയുന്ന തിരമാലകൾ കണ്ട് ഭയപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കിയ പത്രോസ് കാണുന്ന ചരിത്രം എന്താണെന്നറിയാമോ? തിരമാലയുടെ മുകളിൽ നിൽക്കുന്ന, തന്നെ ഭയപ്പെടുത്തിയ തിരമാലകളെ കാൽക്കീഴയാക്കി വച്ചിരിക്കുന്ന ഒരുവനെയാണ് കാണുന്നത്. ദൈവമക്കളെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ അവൻ്റെ പവർ എന്താണെന്ന് നാം മനസ്സിലാക്കിയവരാണെങ്കിൽ അവനിൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളാണ് അവനിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ നടത്താൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീതിമാൻ വീണാലും നിലം പരിചാകുകയില്ല. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാ, കീഴെ ശാശ്വത ഭുജമാ. ദൈവമക്കളെ, ദൈവത്തിലുള്ള ട്രസ്റ്റ്, ആശ്രയത്വം വർദ്ധിക്കണം. ദൈവത്തിലുള്ള ആശ്രയത്വം വർദ്ധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. വിശ്വാസമല്ല, ആശ്രയത്വം. അങ്ങനെയുള്ള ഒരു ദൈവവൈതൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും മാറിപ്പോകത്തില്ല. ആശ്രയത്വത്തിൻ്റെ അനുഭവം ഉള്ള ദൈവവൈതൽ എന്ത് ചെയ്യുന്നറിയോ? ഏതെല്ലാം പ്രതിസന്ധി വന്നാലും അതിൻ്റെ നടുവിൽ പാട്ടുപാടും. ഹല്ലേലൂയ. അവിടെയാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യൻ. കഴിഞ്ഞ വർഷം 77ാമത് അനുസ്മരണ മീറ്റിങ്ങിൽ ഞാനാണ് പ്രസംഗിക്കാൻ പോയത്. 3 ദിവസത്തെ കൺവെൻഷൻ. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പള്ളി ലാഹ സെൻതോ മാർത്തോമ പള്ളിയാണ്. കോഴഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ആ പള്ളി. ഞാൻ ആ പള്ളിയിൽ ദൈവവചനം ശുശ്രൂഷിക്കാനായി പോയി. 77ാമത് അനുസ്മരണ യോഗം. അപ്പോൾ ജീവിതത്തിൻ്റെ ക്രൈസിസ് എന്താണെന്ന് നന്നായി അറിഞ്ഞ ആളാണ്, വേദന എന്താണെന്ന് അറിഞ്ഞ ആളാണ്, ഇല്ലായ്മ എന്താണെന്ന് അറിഞ്ഞ ആളാണ്, പലതും നഷ്ടപ്പെടുത്തിയ ആളാണ്. നിങ്ങൾ കേൾക്കണമോ? ജീവിതത്തിൽ പ്രയാസത്തോടെ കിടക്കുന്ന ഒരു സമയം. നിങ്ങൾ ചിലപ്പോൾ അത് കേട്ട് കാണുമായിരിക്കാം. പാട്ടെഴുതാൻ അത് ഓരോ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകൾ അന്ന് മൊത്തം പാടുന്നത്, ഈ 3 ദിവസവും പാടുന്നത്. നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത പല പാട്ടുകളുണ്ട്. കേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വേണ്ട, നീ എന്നെ എവിടെ അയക്കുന്നു അവിടെ തന്നെ പോകാനുള്ള കൃപ തരണം എന്നൊക്കെ പാടി ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടെഴുതാനുള്ള കാരണം, മൂത്ത മോൻ അപ്പൻ്റെ ഇരിക്കാൻ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തേന് ആഹാരം കഴിക്കാനൊന്നുമില്ല, ഒരു സംവിധാനമില്ല. അപ്പം ചേട്ടച്ചാർ അവിടെ നെല്ല് കൊയ്ത് അത് അളന്ന് കൊടുത്തുകൊണ്ടിരിക്കുക, കൊയ്ത്തുകാർക്ക് പദം കൊടുത്തുകൊണ്ടിരിക്കുക. പറഞ്ഞു, മോള് പോയി ഒരു കാര്യം ചെയ്യും, വെള്ളം അടപ്പത്ത് വെച്ചിട്ട് മോള് പോയി അപ്പച്ചായിട്ടിരിക്കുക ചോദിര് ഇന്നത്തേക്കുള്ള അരി തരാൻ. സ്വന്തം അപ്പൻ്റെ ചേട്ടനല്ലേ. പാവം പിടിച്ചവൾ ഓടിച്ചെന്നു. അപ്പൻ പറഞ്ഞതുപോലെ ചെന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ വേദോസം എടുത്തുകൊണ്ട് തെണ്ടി നടക്കുന്നവന് കൊടുക്കാനില്ല, അവനോട് വേണമെങ്കിൽ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കാൻ പറ. കൊടുത്തില്ല. അന്ന് പട്ടിണി കിടന്നു. രാവിലെ ആയപ്പോൾ സ്വന്തം ചേട്ടൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇന്നലെ അരി വന്നിട്ട് കൊടുത്തില്ലല്ലോ, ഓലക്കൊടയാണ് വെച്ചേക്കത്, അതങ്ങ് ചരിച്ചു വെച്ചു. അനിയൻ കാണണ്ടെന്ന് വിചാരിച്ച്, മുഖം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ചരിച്ചു വെച്ച് ഇറങ്ങിപ്പോയി. പോകുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ പാടി, എല്ലാവരും കേൾക്കെ, ആരും സഹായമിൽ
എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. അടുത്ത വരി ഉച്ചത്തിൽ പാടി. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട് നറിഞ്ഞതിൽ ഉല്ലാസമേ. അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാടി തീർന്നില്ല. അവിടെ പ്രായമുള്ള ഒരു 90 വയസ്സുള്ള അപ്പച്ചൻ ഇതിൻ്റെ അനുഭവം പറഞ്ഞിട്ട് കരഞ്ഞു. എന്താണെന്നറിയാമോ? ഒരാൾ ഒരു വഞ്ചി നിറയെ, ഒരു വലിയ കെട്ടുവള്ളം നിറയെ സാധനം കൊണ്ടൊന്ന് ഇറക്കി വെക്കുക, ഉപദേശിക്ക് കൊടുക്കാൻ. ഹല്ലേലൂയ. അന്നേരം ആ സാധനം എടുത്തു വെക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ദാസൻ ഉച്ചത്തിൽ പാടി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം. അതിൻ്റെ വരികളൊക്കെ എത്ര സാധനമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണമുണ്ടെങ്കിൽ. വൈഷമ്യമുള്ള ഏതു കുന്നും കരകയറി പോകാൻ നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്ക് ബലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ നിനക്ക് ആശ്രയിപ്പാൻ, ഇന്നലെ ഞാൻ പ്രസംഗിച്ചല്ലോ, ഹല്ലേലൂയ, മരുഭൂമിയിൽ ചാരാനൊരു മാറുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ഇരിക്കാനൊരു പാദപീഠമുള്ളത് കൊണ്ട്, നോക്കാനൊരു മുഖമുള്ളത് കൊണ്ട്, ആശ്രയിക്കാനൊരു കരമുള്ളത് കൊണ്ട് നിന്റെ മുഖം വാടണ്ട. ഹല്ലേലൂയ. ആശ്രയിത്വം അത് നമുക്ക് ചിലവാക്കി അത് അവിടെ ചെന്ന് കൈയടക്കാൻ നമുക്ക് കഴിയും. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്താൽ അത് സാധ്യമാക്കും. ആ വലിയ അനുഭവത്തിൽ അവന് വേറൊരു സ്വഭാവം, ഹല്ലേലൂയ, ദൈവത്തിലുള്ള ട്രസ്റ്റ്, ദൈവത്തിലുള്ള ആശ്രയത്വം. അതിൻ്റെ 4-ാമത്തെ കാര്യം, യോശുവയും കാലേബും ഒരുമിച്ചാണ് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. 2 പേർക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഒരുപോലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. മോശ മരിക്കാൻ പോയപ്പോൾ യോശുവയെ ദൈവം വിളിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും ചെറിയൊരു വേദന ഉണ്ടാവും അല്ലേ? ഞാനും അവനും ഒന്നിച്ചിറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടും ഒന്നിച്ചാണ് പോയത്. യോശുവയേക്കാൾ കുറച്ചുകൂടെ പ്രവർത്തിച്ചതും സംസാരിച്ചതും ഒക്കെ ഞാനാ. എന്തുകൊണ്ടും അർഹൻ ഞാൻ തന്നെ. പക്ഷേ കൊടുത്തത് ആർക്കാണെന്നറിയോ? യോശുവയ്ക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അസൂയ വരത്തില്ലയോ? അല്പം മാറ്റി നിർത്തിയെന്ന് തോന്നത്തില്ലയോ? പക്ഷേ യോശുവയുടെ കാലേബിൻ്റെ വേറൊരു സ്വഭാവം, അവൻ അധികാരമോഹിയല്ല. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് സ്ഥാനമുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ, കമ്മിറ്റിയിൽ അംഗത്വം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ. ഞങ്ങളുടെ മർത്തോമക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, സീസക്കാരുടെ കാര്യമല്ല. സെൻട്രൽ മീറ്റിങ്ങിന് സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എല്ലാ സെൻട്രൽ മീറ്റിങ്ങിനും വരും. സെക്രട്ടറി സ്ഥാനം പോയി പിന്നെ സെൻട്രൽ മീറ്റിങ്ങേ വരത്തില്ല. എന്നേക്കാൾ യോഗ്യൻ, ഞാൻ ഈ ഇലക്ഷന് മാർത്തോമാ സഭയിൽ ഈ സുവിശേഷ പ്രസംഗ സംഘത്തിലൊക്കെ ഇലക്ഷൻ വരും. ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസംഗിച്ചത് അങ്ങ് വൈറലായി, യൂട്യൂബിലൊക്കെ അങ്ങ് വൈറലായിപ്പോയി. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു ഈ ഇലക്ഷൻ ബിബ്ലിക്കലല്ലെന്ന് പറഞ്ഞു. ചീട്ടിടുന്നതാണ് ബിബ്ലിക്കൽ. മത്യാസിനെ തിരഞ്ഞെടുത്തതൊക്കെ അങ്ങനെയാണ്. അപ്പോസ്തലന്മാരുടെ ഭാഗം അങ്ങനെ. ഇലക്ഷൻ ജനകീയമാണ്, ജനാധിപത്യം. ഞാൻ അതിന് എതിരൊന്നുമല്ല കേട്ടോ, ഇലക്ഷൻ നടക്കുന്നതിന് എതിരൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആയിക്കോട്ടെ. എന്നാൽ വേദപുസ്തകപരമായിട്ട് ഇലക്ഷനാണ് നിൽക്കുന്നെങ്കിൽ ഞാനും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിപിനച്ഛനും തമ്മിൽ മത്സരിക്കാമെന്ന് വെച്ചു. എന്നേക്കാൾ യോഗ്യനാണ് വിപിനച്ഛനെന്ന് ഞാൻ പറയുന്നതാണ് ദൈവ പദ്ധതി. ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ അങ്ങനെ പറയും, എൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ് എന്നിലും യോഗ്യനെന്ന്. ഇല്ലാത്തതെല്ലാം പറഞ്ഞ് അപമാനമുണ്ടാക്കി വാട്സപ്പിനകത്തൂടെ അവനെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കും, തകർത്ത് കളയാൻ നോക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുളവായി, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടുമുളവായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരം സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് വരുന്നതാ. സ്വർഗത്തിൻ്റെ അധികാരം അത് ഏൽപ്പിച്ച് ആരെ ഏൽപ്പിക്കണമെന്ന് അവനറിയാം. പ്രൈസ് ദി ലോർഡ്.
അത് പത്രോസിനെ ഏൽപ്പിക്കണമോ യോഹന്നാനെ ഏൽപ്പിക്കണമോ അവന് അതറിയാം. ദൈവമക്കളെ, ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒരാൾക്ക് അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അതിൽ സന്തോഷിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവമാണ് അധികാരം അവന് കൊടുത്തത്. ആ അധികാരത്തിൽ ഞാൻ പിൻചെല്ലും, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അവനെ അനുഗമിക്കും. ഇത് യോശുവയും കാലേബും മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു. താഴുമ്പോൾ തോക്കും. യോശുവയും കാലേബും അവൻ അവിടെ പൊക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നു. ഇസ്രായേൽ ജനം ജയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പരിശുദ്ധാത്മാവിൽ നിന്ന് ഓർപ്പിക്കട്ടെ, സ്ഥാനമാനങ്ങൾ ഈ ലോകം തരുന്നതാ. ഹല്ലേലൂയ. ദൈവിക ശുശ്രൂഷ ഏൽപ്പിച്ച ഏത് സ്ഥാനത്തിനാണെങ്കിലും അതിൽ നീ സംതൃപ്തനായിരിക്കണം. എനിക്കത് മതിയോ? മതി. വാതിൽ കാവൽക്കാരനാണോ? മതി. പ്രൈസ് ദി ലോർഡ്. മേശമേൽ ശുശ്രൂഷയാണോ? മതി. ഹല്ലേലൂയ. തൂപ്പുകാരനാണോ? മതി. നിന്റെ വേല എന്താണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ ഞാൻ തൃപ്തനാണ്. ഹല്ലേലൂയ. അതിൽ എനിക്ക് അസൂയയില്ല, ഞാൻ അതിന് സപ്പോർട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് സംസാരിക്കുന്നെങ്കിൽ ഇടപെടണം. ഹല്ലേലൂയ. ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഈ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള ഒരു സ്ഥാനമുണ്ട്. വൈസ് പ്രസിഡൻ്റ് ഞങ്ങളുടെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ ഈ പ്രാവശ്യം ആരും നിൽക്കയില്ലായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഷായിച്ചാൻ നിൽക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ കമ്മിറ്റിക്കൊന്നും വരാൻ പറ്റത്തില്ല, യാത്ര. ഞാൻ പറഞ്ഞു, സാരമില്ല, പ്രസിഡൻ്റ് ഉണ്ടല്ലോ, പ്രസിഡൻ്റുണ്ട്, ഷായിച്ചാൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ വൈസ് പ്രസിഡൻ്റ് ജോലി എന്തു അന്നേരം? അച്ഛൻ്റെ സെൻഡ് ഓഫിന് ഇവിടെ വന്നിരിക്കണം. കാരണം അച്ഛന് പകരമായിട്ട് അന്നേരം ആ ഇത് നിയന്ത്രിക്കണം. പിന്നെ അച്ഛൻ പറയുന്നതൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ പള്ളിയുടെ വൈസ് പ്രസിഡൻ്റ്. അവൻ പറഞ്ഞു, എല്ലാ മാളിലും എല്ലാ മീൻകടയിലും ഉണ്ട് വൈസ് പ്രസിഡൻ്റ്. പപ്പ എന്തോ ഇങ്ങനെ പറയാൻ? ഇത് വലിയ സാധനമൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെയാണ് കർത്താവിൻ്റെ മക്കൾ പാടുന്നത്. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ രക്ഷകൻ സന്നിധൗ ചേർന്നാൽ മതി. പാടാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസമാണ്. നമ്മൾ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ടാവൻ ആൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ക്രിസ്ത്യാനികൾ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവന് ക്രിസ്ത്യാനികളെ അറിയാത്തതുകൊണ്ടാണ് എന്ന് വിചാരിച്ചു. പറഞ്ഞു, അല്ലടാ. ഞാൻ ചോദിച്ചു, അതിൻ്റെ നീ അങ്ങനെ പറഞ്ഞു? അല്ല, ക്രിസ്ത്യാനികൾ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താടാ? ഓ, കള്ളം പറയത്തില്ല, കള്ളം പാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബന്ധക്കോസ് പള്ളിയിൽ പാടുന്ന കേട്ടു, യേശു മാത്രം മതി, യേശു മാത്രം മതി. എന്തൊരു കള്ളമോ പറഞ്ഞ്. പിന്നെ അവർ പാടി, എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. അറിയാമോ പോരാ? യേശു മാത്രം. എന്തൊരു കള്ളമാണ് പറഞ്ഞ്. അതുകൊണ്ടാണ് ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കണം. ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ പഠിച്ചാൽ മതി. അധികാരം ത്യജിച്ചവനെ കാണാം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി. ദൈവത്തിന് സ്തോത്രം. ആരാ? ഞാൻ പറയട്ടെ, നിന്നെ ഉയർത്തുന്നത് ദൈവമാ. എല്ലാ നാമത്തിലും മേലായ നാമം നൽകുന്ന ദൈവമാ. ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നത്, ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊടുക്കുന്നത് കൃപയാണ്. ഹല്ലേലൂയ. എതിർക്കാൻ എല്ലാവർക്കും പറ്റും. കള്ളു കുടിക്കുന്നവനും പറ്റും. ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ അങ്ങോട്ട് ചീത്ത വിളിക്കാം, ഇങ്ങോട്ട് അടിക്കുന്നവനെ അങ്ങോട്ട് അടിക്കാം. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്നാൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെയ്യാതിരിക്കുന്നത് കൃപ. അതിനാണ് ശക്തി എന്ന് പറയുന്നത്, അതിനാണ് ബലമെന്ന് പറയുന്നത്, അതിനാണ് ജയമെന്ന് പറയുന്നത്. സമയം പോകുന്നല്ലോ, ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അവസാനമായി പറഞ്ഞത്, അവൻ അതിൻ്റെ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളും 10-13 വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കാട്ടെ. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളും 10-13 വാക്യങ്ങളും ഒന്ന് വായിച്ചു തരാമോ? ആ ആ ആ ആ എന്നെയും ആ
അറിയുന്നുവല്ലോ. ആ ആ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സ്, ഒറ്റ നോക്കാൻ അയച്ചപ്പോൾ 40 വയസ്സ്. ആ ആ ആ അതിൻ്റെ 10ഉം 13ഉം കൂടെ വായിച്ചു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരം, 40ഉം 45ഉം 40 ഈ മരുഭൂമിയിൽ വായിച്ചോ. ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. വായിച്ചു 85 വയസ്സായി. എനിക്ക് ഇപ്പോൾ എൻ്റെ 85 വയസ്സായി. 85 വയസ്സായപ്പോൾ മോശ എന്നെ അയച്ച നാളിനെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യാനും. ഹെബ്രോൻ മല എനിക്ക് തരിക. ദൈവമക്കളെ, നമുക്കൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. പ്രായമായി കഴിഞ്ഞ് പെൻഷനൊക്കെ ആയിക്കഴിഞ്ഞു, ഞാൻ ഇനി എന്തിനാ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ഇനി ആർക്കും വേണ്ട, ഇനി എന്നെ ഉപയോഗമില്ല. ദൈവമക്കളെ, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ അവൻ നിൽക്കുകയാണ്. 85 വയസ്സായവൻ പറയുകയാണ്, ഇപ്പോഴും എനിക്ക് പോകാൻ സാധിക്കും, ഇപ്പോഴും എനിക്ക് പടവെട്ടാൻ സാധിക്കും. അന്നത്തെ ശത്രു അല്ല ഇന്നത്തെ ശത്രു. അന്ന് ശത്രു ബലപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അതിലും ബലപ്പെട്ടിരിക്കുക. അപ്പോൾ പറയുകയാണ്, ശത്രുവിൻ്റെ ബലം കൂടിയെങ്കിൽ എൻ്റെ ശക്തിയും കൂടി, എൻ്റെ ബലവും കൂടി. ഇപ്പോഴും എനിക്ക് പടവെട്ടാൻ കഴിയും, ഇപ്പോഴും എനിക്ക് നിനക്ക് വേണ്ടി നിൽക്കാൻ കഴിയും. ഹെബ്രോൻ മല ഇന്നും കാലേബിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഹെബ്രോൻ മല ഇന്നും കാലേബിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കാരണം എന്താണെന്നറിയാമോ? ദൈവമക്കളെ, ഞാൻ പറയും, ദൈവമക്കൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല. പ്രായമാവുമ്പോൾ പവർ കൂടും. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രാർത്ഥനാ ശക്തി കൂടുതലായിരിക്കും. സാത്താനോട് പോരാടാൻ അവർക്ക് കഴിയും. ഹല്ലേലൂയ. അവർക്ക് ജയം വരിക്കാൻ കഴിയും. അനുഭവ സമ്പത്തുണ്ട്. ഒരു കാരണവശാലും പ്രായമുള്ളവരെ ഒഴിവാക്കുന്ന ഈ ലോകത്ത് ദൈവം ഒഴിവാക്കുന്നില്ല. പ്രായമുള്ളവരെ ഉപയോഗിക്കാൻ കഴിയുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അടുത്ത സമയത്ത് കേരളത്തിന് വെളിയിൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി, ചെന്നൈയിൽ. അവിടെ ചെന്നപ്പോൾ 95 വയസ്സുള്ള ഒരു അപ്പച്ചനെ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അമേരിക്കയിലാണ്. എല്ലാ പ്രാവശ്യവും അവർ വരുമ്പോഴെല്ലാം വിളിക്കും, അപ്പച്ചാൻ തനിച്ച് താമസിക്കേണ്ട, പോരെ, ഇങ്ങോട്ട് പോരെ. പുള്ളി പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പാരിഷ് മിഷൻ, എടവ മിഷൻ കൂട്ടായ്മ നിന്നു പോകും. ഞായറാഴ്ച ആരാധനയ്ക്ക് കുറച്ച് പേരെ വരാതിരിക്കും. ഞാൻ ചോദിച്ചു, അതെന്താ? അതെ, അന്നേരം അച്ഛൻ എൻ്റെ പറഞ്ഞു, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ടാറ്റാ സുമോയുടെ വണ്ടിയായിരുന്നു, അത് വിറ്റിട്ട് പുള്ളി ഇപ്പം മക്കളുടെ പറഞ്ഞിട്ട് ടൊയോട്ടയുടെ വലിയൊരു വാൻ AC വാൻ മേടിച്ചു. 10, 16, 20 പേർക്ക് ഇരിക്കാവുന്ന ഒരു വാൻ മേടിച്ചു. ഈ 95 വയസ്സുള്ള അപ്പച്ചൻ പറഞ്ഞു, ഇന്നലെയായിരുന്നു എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് പുതിയ ലൈസൻസ് പുതുക്കിയെടുത്തത്. അപ്പച്ചൻ പറയുകയാണ്, ഞാൻ വന്നില്ലെങ്കിൽ അനേകർക്ക് വരാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെ വീട്ടിൻ്റെ അവിടെയും പോയി അവരെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ആരാധന കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവിടും. അച്ഛനോട് പറയുക, ഈ അങ്കിൾ ഇല്ലെങ്കിൽ ഇവിടെ കൂട്ടായ്മയ്ക്ക് ആൾ കുറയും. 95 വയസ്സുണ്ടെന്നേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈസ്റ്റ് കേരളയിൽ ഞാൻ ഇതുപോലെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഈ അപ്പച്ചന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? ഇവിടെ തെങ്ങുകയറ്റത്തിന് വന്നതാന്ന് പറഞ്ഞു. മക്കളൊക്കെ വിദേശത്താണ്, ഒരുപാട് സ്ഥലത്താണ്, പക്ഷേ ജോലിക്കാരുമാണ്. അപ്പച്ചൻ ഇപ്പോഴും എത്രയോ ദൂരം നടന്ന ആരാധനയ്ക്ക് വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വാർദ്ധക്യവും നരയുള്ള കാലത്തോളം ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഹല്ലേലൂയ. വാർദ്ധക്യത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് സംസാരിക്കാൻ ആളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, അയ്യോ ഒറ്റപ്പെട്ട അനുഭവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, സങ്കടത്തോടെ നിൽക്കുന്നതെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിന്നെ ബലവാനാക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ കയ്യിൽ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആയിരിക്കുന്നിടത്ത് മുട്ടുമടക്കിയാൽ സ്വർഗം തുറക്കും. പ്രൈസ് ദി ലോർഡ്. അനുഭവ സമ്പത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഹല്ലേലൂയ. ആദ്യം ദൈവം അവനോട് പറഞ്ഞു 3 കാര്യങ്ങൾ. നീ എൻ്റെ ദാസനാണ്, യജമാൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷമെന്ന് സമർപ്പിക്കുന്ന സ്വഭാവം.
രണ്ടാമത് കർത്താവ് പറഞ്ഞു അവന് വേറൊരു സ്വഭാവം. ആ വേറൊരു സ്വഭാവം എന്തൊക്കെയാണ്? ഒന്ന്, ദൈവത്തോട് പറ്റി നിൽക്കുന്ന രൂപാന്തരപ്പെട്ട സ്വഭാവം. രണ്ട്, ഹല്ലേലൂയ, സമാധാനമുണ്ടാക്കുന്ന സ്വഭാവം. ഹല്ലേലൂയ, ജനത്തെ അമർച്ച ചെയ്ത അനുഭവത്തിൽ. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുന്ന, എന്ത് പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ഒന്നും അല്ല അവൻ്റെ കാഴ്ചപ്പാട്. ഹല്ലേലൂയ, തടസ്സങ്ങളിലല്ല അവൻ്റെ കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ബലത്തിലും ആശ്രയിക്കുന്ന സ്വഭാവം. എന്തു വന്നാലും പിന്മാറിപ്പോകാത്ത സ്വഭാവം. ഹല്ലേലൂയ, തളർന്നു പോകാത്ത സ്വഭാവം. നാലാമത്തെ കാര്യം അതിന് ഏറ്റവും അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും അധികാരമെന്നുള്ള സ്ഥാനമോഹമില്ലാതെ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് ഏത് കാര്യത്തിലും സംതൃപ്തനായിരിക്കാൻ, ഏത് ജോലിയാണെങ്കിലും ദൈവം ഏൽപ്പിക്കുന്നതിൽ തൃപ്തനായിരിക്കാൻ, ആയിരിക്കുന്ന സ്ഥാനത്ത് തൃപ്തി അനുഭവിക്കാൻ, പ്രൈസ് ദി ലോർഡ്, ആയിരിക്കുന്ന സ്ഥാനത്ത് ആകേണ്ടതുപോലെ ആയിരിക്കാൻ അവനെ ദൈവം കൃപ കൊടുത്തു. സ്ഥാനമോകിയല്ലാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് തൃപ്തിയോടെ ജീവിക്കാൻ, ആയിരിക്കുന്ന പൊസിഷനിൽ തൃപ്തിയോടെ ജീവിക്കാൻ ദൈവം അനുവദിച്ചു. അവസാനമായി പറഞ്ഞത്, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം, വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു. വാർദ്ധക്യത്തിലും അവൻ ക്ഷീണിച്ചില്ല, വാർദ്ധക്യത്തിലും തളർന്നുപോയില്ല. ഹല്ലേലൂയ, വാർദ്ധക്യത്തിലും അവൻ്റെ പോരാട്ടം നിർത്തിയില്ല. ഹല്ലേലൂയ, വാർദ്ധക്യത്തിലും അവൻ അനുഗ്രഹമായി, വാർദ്ധക്യത്തിലും അവൻ ദൈവത്തിനു വേണ്ടി ഫലം കായ്ച്ചു. അവസാനമായി ഒറ്റ കാര്യം, അവന് പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. എൻ്റെ ഈ പൂർണ്ണമായി അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു കാനാവിലെ കല്യാണത്തിന് അടയാളങ്ങളുടെ ആരംഭം ചെയ്തപ്പോൾ. കലവറക്കാരൻ ദേഷ്യം പിടിച്ച് ആകപ്പാടെ തകർന്ന് നിരാശപ്പെട്ടിരിക്കുക, ദേഷ്യം പിടിച്ചിരിക്കുക. കാരണം വീഞ്ഞില്ല. അയാളൊരിക്കലും ആൾക്കാർ ചെന്ന് ചൂടാവുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നുള്ള പേടിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് ബാല്യക്കാരൊക്കെ പറഞ്ഞു, ബാല്യക്കാരെ, നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? നീ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ കൽപ്പാത്രങ്ങൾ കഴുകി വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു. നിറച്ചു കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. എന്തുമായിട്ടാണ് കൊടുക്കേണ്ടത്? അയാളവിടെ കരുതുള്ളി നിൽക്കുക. കോരി അങ്ങോട്ട് കൊടുക്കുമ്പോൾ തലമണ്ടയ്ക്ക് അടികിട്ടാൻ കൈയിരിക്കുന്ന വെച്ച് താങ്ങും പുള്ളി. പക്ഷേ പറഞ്ഞവൻ സർവവല്ലഭനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാൻ പറഞ്ഞ അനുഭവത്തിൽ അവർ ചെയ്തപ്പോൾ അവരുടെ കണ്ണ് അത്ഭുതങ്ങളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിപ്പോൾ പെസഹായ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. ഹല്ലേലൂയ. അവസാന ഞായറാഴ്ച ഇപ്പോൾ കഴിഞ്ഞതല്ല ഉള്ളൂ. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ എതിരെയുള്ള ഗ്രാമത്തിൽ, സ്വന്തം ഗ്രാമത്തിലല്ല, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ ചെല്ലുമ്പോൾ കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിക്കണം. അഴിച്ചു കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും അഴിക്കുന്നത് ചോദിച്ചാൽ നിനക്ക് പറയാനൊരു ഉത്തരവുണ്ട്. ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്ത കാര്യമാണ്. എടാ, ആരെങ്കിലും ചോദിച്ചാൽ നിനക്കൊരു ഉത്തരം കൂടെ പറഞ്ഞാവും വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ. ദൈവമക്കളെ, വല്ലവരുടെയും ഗ്രാമത്തിൽ ചെന്ന് വല്ലവരുടെയും കഴുത അയച്ചാൽ അടി എപ്പോൾ കൊണ്ടെന്ന് ഉറപ്പല്ലയോ. എന്നാൽ ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയാനൊരു ഉത്തരവുണ്ട്. ദൈവമക്കളെ, അനുസരിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ പറഞ്ഞവൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അനുസരിക്കുന്നത് കൃപയാ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കൃപ ഇന്ന് വ്യാപരിക്കണം. എൻ്റെ കർത്താവേ, ലോകത്തിൽ യുക്തിയോ ബുദ്ധിയോ ഒന്നും നോക്കാതെ അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഒരു സെക്കൻഡ് നമുക്കൊന്ന് പ്രൈസ് ദി ലോർഡ്. എന്നെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുമോ അവൻ എൻ്റെ ദാസനാണെന്ന്? പിതാവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് എന്നെ നോക്കിക്കൊണ്ട്, അഗ്നിജാലക്കൊത്ത കണ്ണുള്ള എന്നെ നോക്കിക്കൊണ്ട് പറയുക, അവന് വേറൊരു സ്വഭാവം. ദൈവത്തോട് പറ്റി നിൽക്കുന്ന, രൂപാന്തരപ്പെടാൻ ദൈവകരങ്ങളിൽ ഉള്ളിൽ, ദൈവത്തിൻ്റെ കരത്തിനുള്ളിൽ, ദൈവത്തിന് അവൻ്റെ ശക്തിക്കുള്ളിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പാപത്തിൽ വീഴാതെ രാപ്പകൽ കാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചെത്തി വെടുപ്പാക്കേണ്ട ഭാഗമുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ പരാജയപ്പെട്ട കുശവനല്ല, പരാജയപ്പെട്ട തച്ചനല്ല, വലിച്ചെറിയുന്നവനല്ല,
ചേർത്ത് പിടിക്കുന്നവനാ. അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാനപാത്രമാക്കാൻ, നിന്ദിച്ചവിടെ നടുവിൽ, കഴിവില്ലെന്ന് പറഞ്ഞവിടെ നടുവിൽ, ഉപയോഗമില്ലെന്ന് പറഞ്ഞവിടെ നടുവിൽ ചിത്തേറിട്ട് മിടുക്കി അത് നിനക്കൊരു വെടുപ്പുള്ള അനുഭവമാക്കി ഒരു മാനപാത്രമാക്കി നിന്നെ തീർക്കാൻ കഴിയുന്നൊരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ, ഇന്ന് നിൻ്റെ ദൈവകരങ്ങളിലേക്ക് അവൻ്റെ ആശ്രയത്വത്തിൽ അവനിലൊന്ന് ആശ്രയിക്കാം. ഞാൻ സ്ഥാനമോഹിയായി തീരാതെ, ഹല്ലേലൂയ, സമ്പൂർണ്ണമായ സമാധാന അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ ഇടവകയ്ക്കൊരു സമാധാനമായി, ഞാൻ ദേശത്തിനൊരു സമാധാനമായി, ഭവനത്തിനൊരു സമാധാനമായി തീരാൻ, ഉള്ളിൽ സമാധാനം അനുഭവിക്കുന്നവരായി തീരാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വലത് കരം ഒന്ന് നെഞ്ചത്ത് വെച്ച് നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് പറയാം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിതൻ ഭുജബലത്താൽ എന്നെ നടത്തണമേ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തൂമൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ആരെങ്കിലും വേദനയോടോ ഭാരത്തോടോ വന്നിട്ടുണ്ടെങ്കിൽ, പരിഹരിക്കാൻ വയ്യാത്ത വിഷയത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ, ആരോടും തുറന്നു പറയാൻ പറ്റാത്ത സങ്കടക്കടലിലാണെങ്കിൽ, കുഞ്ഞെ നെഞ്ചത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. നീ അതിന്മേൽ ജയം വരിക്കാൻ പോകുക. തോറ്റവൻ്റെ പുറകെയല്ല പോയത്, പിന്മാറിപ്പോയവൻ്റെ പുറകെയല്ല പോയത്, ജയാളിയായവൻ്റെ പുറകെ. ഹല്ലേലൂയ. വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കുക, ആവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി അതിന്മേൽ ഒരു ജയം തരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇരിക്കുന്ന ജനത്തെ നീ കണ്ടല്ലോ. അവരുടെ ശബ്ദം പുറത്തു വന്നില്ലേലും അവിടെ ഹൃദയത്തിൻ്റെ നരുക്കങ്ങളെ, നെടുവീർപ്പിനെ നീ കണ്ടല്ലോ. നീ തന്ന പദവി ഉപയോഗിച്ച് ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ തലവണയ്ക്ക് മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൻ്റെ നടുവിൽ ഇതൊരു വലിയ അത്ഭുതമായി മാറട്ടെ. അനേകരെ ആകർഷിക്കുന്ന ഒരു വലിയ അനുഭവമായി ഈ സഭ മാറട്ടെ. കുടുംബങ്ങൾ മാറട്ടെ, വ്യക്തികൾ മാറട്ടെ, ഞങ്ങളുടെ യൗവനക്കാർ തീരട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ. ദൈവകൃപ കൊണ്ട് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.